ഉസ്താദെ, എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം എന്റെ കറണ്ട് അക്കൗണ്ട് ഉള്ളത് ഇസ്ലാമികമായിട്ടുള്ളൊരു ബാങ്കിലല്ല. അപ്പൊ 2-3 വർഷം മുമ്പ് എടുത്തൊരു ലോൺ ഉണ്ട്, അത് തീരണമെങ്കിൽ ഇനി ഒരു 2 വർഷം കൂടി ഉണ്ട്. അപ്പൊ ഇന്നലെ മിനിയാന്നൊക്കെ ഉസ്താദ് പലിശനെ കുറിച്ച് പലരും ചോദിച്ചപ്പോ വളരെ അത് എന്താണ് ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. സാധാരണ ഞാനത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, ഞാനപ്പോ ചെക്ക് ചെയ്തപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കറണ്ട് അക്കൗണ്ടിലായിട്ടും എന്റെ 1 മാസത്തോളം എന്റെ അക്കൗണ്ടിൽ കാശ് കിടന്നിട്ടുണ്ടെങ്കിൽ 6 ദിർഹം 12 ദിർഹം ഒക്കെ വെച്ചിട്ട് ചില മാസങ്ങളിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലെ മിനിയാന്നായിട്ടൊരു സഹോദരൻ ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇങ്ങനെയുള്ള കാശ് എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വേറെ ആർക്കെങ്കിലും സഹായത്തിന് കൊടുക്കാമോ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഉസ്താദ് അതിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി അല്ല പറഞ്ഞത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ, ഈ കാശ് എനിക്കിപ്പോ തൽക്കാലം ഇസ്ലാമിക് ബാങ്കിലേക്ക് മാറ്റണമെങ്കിൽ എന്റെ ലോൺ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോ എനിക്കിപ്പോ തൽക്കാലം ഈ കാശ് എടുത്തിട്ട് സക്കാത്തായിട്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് സഹായമായിട്ടല്ല അല്ലെങ്കിൽ നേർച്ചയായിട്ടല്ല, പക്ഷെ ജസ്റ്റ് പള്ളിക്കായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉസ്താദ് ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കലും പാടില്ല. പള്ളിക്ക് കൊടുക്കാന്, മദ്രസക്ക് കൊടുക്കാന്, യതീംഖാനക്ക് കൊടുക്കാന് ഒന്നും പറ്റൂല. അത് അത്രയും ദുഷിച്ച, അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത, വളരെ വെറുക്കപ്പെട്ടതാണ് പലിശയുടെ കാശ്. അത് ഖൈറിന്റെ ഒരു മാർഗത്തിനും കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, അതൊരു പക്ഷേ അല്ലാഹു തആല അതിനെ കളിയാക്കുന്നതിന് തുല്യമായി വലിയ കോപത്തിനും ശാപത്തിനും ഇടവരും. വ്യക്തികൾക്ക് സ്വന്തം വ്യക്തികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും കൊടുക്കാൻ പാടില്ല. കാരണം നമുക്ക് പറ്റാത്ത, ഹലാലാകാത്തത് മറ്റുള്ളവർക്കും ഹലാലാവില്ല. അത് നേരെ പറഞ്ഞതുപോലെ ദാഹിച്ച് വരഞ്ഞു നിൽക്കുന്ന ഒരാള് വെള്ളം കിട്ടിയ തരക്കിടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മളെന്താക്കി, നമ്മൾ മൂത്രമൊഴിച്ച ഒരു കുപ്പിയിലുണ്ട്, അത് എടുത്തു കൊടുത്തു, എന്നാ അത് കുടിച്ചോന്ന് പറഞ്ഞിട്ട് എന്നതുപോലെയാണത്. ആ ദാഹിച്ച മനുഷ്യന്റെ ദാഹം മാറ്റുക എന്നല്ല, അയാളെ അങ്ങേയറ്റത്തെ നിന്ദിക്കലും അവഹേളിക്കലുമാണല്ലോ ദാഹിച്ച് വരഞ്ഞൊരു മനുഷ്യന് കുടിക്കാൻ വേണ്ടി നമ്മളെ മൂത്രമൊഴിച്ച് കൊടുക്കുന്നത്. അതിനേക്കാളും ഗുരുതരമാണ് സബ്ഉൽ മൂബിഖാത്ത് എന്ന് പറയുന്ന അള്ളാന്റെ ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ വൻദോഷങ്ങളിൽപ്പെട്ട 7 ദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമാണ് പലിശ വാങ്ങല്, പലിശ കൊടുക്കലും. അപ്പൊ പിന്നെ അത് മേത്തുനിന്ന് ഒഴിവായി കിട്ടാൻ എന്താ മാർഗം? അതേ ഇപ്പൊ എനിക്ക് ചിന്തിക്കാനുള്ളൂ, അല്ലാതെ അതാർക്കും കൊടുക്കാൻ പറ്റൂല. അതിനുള്ള മാർഗം മേത്തുനിന്ന് ഒഴിവായി കിട്ടി നമ്മളെ തടി രക്ഷപ്പെടാനുള്ള ഒരു വഴി, ആർക്കും ഉടമ വരാത്ത, എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗം കിട്ടുന്ന വല്ല പൊതു ആവശ്യത്തിനും ഉപയോഗിക്കുക. ഉദാഹരണം, നാട്ടിലെ ധർമാസ്പത്രി വികസനത്തിന് കൊടുക്കുക, അതുപോലെ തന്നെ നാട്ടിലെ സ്കൂൾ വികസനത്തിന് കൊടുക്കുക, റോഡ് നന്നാക്കാൻ കൊടുക്കുക, പാലം കെട്ടാൻ കൊടുക്കുക, ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ പറ്റും. അതുപോലെ പഞ്ചായത്ത് കുളം കുഴിക്കാൻ കൊടുക്കുക. അതെന്താന്ന് വെച്ചാല് അതൊന്നും ആർക്കും ഉടമില്ലാത്ത പൊതു കാര്യങ്ങളാ. റോഡ്, പാലം, പഞ്ചായത്ത് കുളം, അതുപോലെ പഞ്ചായത്ത് കിണറ് തുടങ്ങിയ, അതല്ലെങ്കിൽ സ്കൂൾ നന്നാക്കുക, അല്ലെങ്കിൽ സ്കൂളിന് ഷെഡ് കെട്ടിക്കൊടുക്കുക, ആശുപത്രി വികസിപ്പിക്കുക, അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടും. എന്നാ ഒരാൾക്കും ഉടമല്ല, പൊതു സ്വത്താ. ഇങ്ങനത്തെ വല്ല ആവശ്യത്തിലേക്കും ഉപയോഗിച്ചുകൊണ്ട് ആ കുടുക്ക്, അത് വല്ലാത്തൊരു കുടുക്കാണ്, അതിൽ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടാം. അതിന് കൂലിയൊന്നും കിട്ടൂല, കൂലി കിട്ടണമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. മറിച്ച് നമ്മളിൽ വന്ന് പെട്ടുപോയ, പണ്ട് നായര് പുലിവാലി പിടിച്ച കഥ പറഞ്ഞേക്കാം. വിട്ടാ പായേനീന്ന് പുലിക്കുണ്ട്, പക്ഷെ വിട്ടാ കടിക്കുന്ന നായർക്കൊന്നും അറിഞ്ഞില്ല. ഈ പോലത്തിലുള്ള ഇടങ്ങേറ് പിടിച്ചൊരു സംഗതിയാണ് ഈ പലിശ എന്ന് പറയുന്നത്. അത് വാങ്ങാനും പറ്റൂല, കൊടുക്കാനും പറ്റൂല, അത് മറ്റൊരാൾക്ക് നൽകാനും പറ്റൂല, ഒന്നും പറ്റൂല. അപ്പൊ പിന്നെ അങ്ങനെ വന്ന് പെട്ടാൽ അത് രക്ഷപ്പെട്ട് തടി ഒഴിവായി കിട്ടാനുള്ള ഒരു വഴിയാണ് ഒരു വ്യക്തിക്കും ഉടമ വരാത്ത
എന്നാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പൊതു ആവശ്യമാവുന്ന ആശുപത്രി വികസനം, സ്കൂള് നന്നാക്കല്, അതുപോലെ റോഡുണ്ടാക്കല്, പാലം കെട്ടല്, പൊതുകുളം, പൊതുകിണർ പോലത്തത് ചെയ്യലൊക്കെ. ഒരു വ്യക്തിക്ക് ഉടമയിലുള്ള കിണറോ അല്ലെങ്കിൽ വീട് നന്നാക്കലോ അയാളുടെ രോഗത്തിന് ചികിത്സിക്കാനോ ഇതിനൊന്നും അത് കൊടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഒരു വ്യക്തിക്ക് ബാങ്കിൽ കുറച്ച് ലോൺ ഉണ്ട്. അത് വീട് തീരാനായിട്ട് 2-3 വർഷം പിടിക്കും. ഇസ്ലാമിക് ബാങ്ക് അല്ല, സാധാ മറ്റേ സ്റ്റേറ്റ് ബാങ്കാ. അപ്പോഴത്തേക്ക് ഈ വ്യക്തിക്ക് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അത് ചെയ്ത അത് എന്താ പറയുക, അത് സഹിയാവും? ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത സഹിയായി അത് അള്ളാഹു സ്വീകരിക്കുമോ അത് പൂർണ്ണമായിട്ടും? അസ്സലാമു അലൈക്കും. ഹജ്ജും ചെയ്യുമ്പോ അതിന്റെ ഷർത്തുകളൊക്കെ പാലിച്ച് അതിനുപയോഗിച്ച കാശുകളൊക്കെ ഹലാലായതാണെങ്കിൽ ഹജ്ജ് സ്വീകരിക്കും. പക്ഷേ ഇത് വലിയൊരു കുറ്റാണ്. അതിനെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങണം. മനസ്സിലായില്ലേ? ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട അത് പലിശ വാങ്ങലല്ല, കൊടുക്കലാണ്. മറ്റേത് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതിൽ നിന്നിട്ട് വാങ്ങലാണ്. രണ്ടും ഒരുപോലെ മഹാകുറ്റമാണ്. ആ വീട്ടാനുള്ള കടം ബാക്കിയുള്ളതോടുകൂടി ഹലാലായ വേറെ കാശുണ്ട്. ആ കാശ് കൊണ്ട് ഹജ്ജ് നിർവഹിച്ചാൽ ഹജ്ജ് സഹിയാവും, ഉംറയും സഹിയാവും. പക്ഷേ ഈ തെറ്റിനെ തൊട്ട് നമ്മൾ വേറെ തൗബ ചെയ്ത് മടങ്ങണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വൻദോഷങ്ങൾ സ്വാലിഹ് അമലുകളെ കൊണ്ട് പൊറുക്കപ്പെടൂല. വൻദോഷങ്ങൾക്ക് തൗബ പ്രത്യേകം ചെയ്യുക തന്നെ വേണം. എന്നാൽ അങ്ങനെ ഒരു ദോഷമുണ്ട് എന്നതുകൊണ്ട് ഹലാലായ പണം ഉപയോഗിച്ചുകൊണ്ട് നിശ്ചിത നിബന്ധനയൊക്കെ പാലിച്ച് ഹജ്ജോ ഉംറയോ ചെയ്താൽ ഹജ്ജും ഉംറയും സഹിയാവും. അതിന് കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടല്ലോ ശബ്ദം? ഒരു കാര്യം ഉണർത്താതെ ഞാൻ പടം അടിച്ച ടെക്സ്റ്റ് എല്ലാവരും കണ്ടിരിക്കുമല്ലോ. നമ്മൾ മൈക്കിൽ ഒരു ഉസ്താദിന് ആൻസർ പറയാൻ നിയമിച്ചു കഴിഞ്ഞാൽ ആ ഉസ്താദിന്റെ ആൻസറാണ് SGയുടെ ആധുനികമായിട്ടുള്ള ആൻസർ ആവുക. മറ്റുള്ളവർ പബ്ലിക്കിൽ അടിക്കുന്ന ഉസ്താദിന് പുറമെ മറ്റുള്ളവരുടെ ആൻസറിന്റെ ആവശ്യമില്ല. ഉസ്താദ് തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് ഉണർത്തുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ആൻസർ മാത്രമേ SGBന്റെ ആവുകയുള്ളൂ. മൈക്കിലുള്ള ഉസ്താദന്മാർ പറയുന്നത് മാത്രമേ SGBയുടെ ആൻസർ ആവുകയുള്ളൂ. മറ്റുള്ളത് SGBക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. എന്റെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഉസ്താദ്, എനിക്ക് ഒരു ചോദ്യം ഇന്നലെ വന്നത് സക്കാത്തിനെ കുറിച്ചാണ്. കടം കൊടുത്ത പൈസ ഹിസാബും കൊല്ലവും കഴിഞ്ഞതാണ്. ഇത്രയും തുക തന്നെ ഞാൻ വേറെ ആൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ സക്കാത്ത് കൊടുക്കണോ? പിന്നെ എനിക്ക് കിട്ടാനുള്ളതും എന്റെ കൈവശമുള്ളതുമായ കുറച്ച് പൈസ ചിലത് ഹിസാബ് തികഞ്ഞിട്ടുണ്ട്, പക്ഷെ വർഷം തികഞ്ഞിട്ടില്ല. അതുപോലെ തിരിച്ചും വർഷം തികഞ്ഞിട്ടുണ്ട്, ഹിസാബ് തികഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു നിസാബ് അഥവാ സക്കാത്ത് നിർബന്ധമാകാൻ ആവശ്യമായ തുകയുള്ള ഒരു സംഖ്യ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ട്. ആ കടം കൊടുത്ത സംഖ്യയുടെ കൊല്ലം തികഞ്ഞിരിക്കുന്നു. അത് തനിക്ക് കിട്ടാനുള്ള മുതലാണ് തന്റെ ഉടമയിലുള്ളതായതുകൊണ്ട് അതിന് സക്കാത്ത് ഫർളാവും. തത്തുല്യമായ ഒരു സംഖ്യ മറ്റൊരാൾക്ക് കൊടുക്കാനുണ്ട് എന്നതുകൊണ്ട് തന്റെ ഉടമയിൽ തനിക്ക് കിട്ടാനുള്ള കാശിന്റെ സക്കാത്ത് അതിന് ഒഴിവാവൂല. അത് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ്. സക്കാത്ത് നിർബന്ധമാവുന്നത് നേരിട്ട് വ്യക്തിക്കല്ല. ഫിത്ർ സക്കാത്ത് മാത്രമാണ് നേരിട്ട് വ്യക്തിക്ക് നിർബന്ധമാവുന്നത്. ധനത്തിന്റെ സക്കാത്ത് അത് കച്ചവടമാവട്ടെ, അല്ലാത്ത സക്കാത്ത് ഫറളാവുന്ന സ്വത്തുക്കളാവട്ടെ, നിശ്ചിത തുക കണക്ക് തികഞ്ഞ സംഖ്യ ഒരാളുടെ ഉടമയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ അതിന്റെ 2.5% സക്കാത്തായി മാറുന്നു, സ്വയം മാറുന്നു. നമ്മൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ആ നിശ്ചിത തുക ഹിസാബ് അഥവാ കണക്ക് തികഞ്ഞ നിശ്ചിത തുക കൊല്ലം തികയുമ്പോൾ
അതിന്റെ 2.5% സ്വാഭാവികമായും സക്കാത്തായി മാറുന്നു. നമ്മൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും 2.5% ഉടമാവകാശം നമ്മൾ ഇരുന്നിട്ട് പോവുകയും അത് സക്കാത്തിന്റെ അവകാശികളായ ഫക്കീർ മിസ്കീന്മാർ തുടങ്ങിയവരുടെ ഉടമയിലായി മാറുകയും ചെയ്യും. അപ്പൊ അവർക്ക് ഉടമപ്പെട്ടത് നമ്മൾ കൊടുക്കുക എന്നല്ലാതെ നമ്മളുമായിട്ട് നേരിട്ട് അതിന് ബന്ധം ഇല്ല. അപ്പൊ ഈ തുക കൊല്ലം തികഞ്ഞ് ഉടമയിൽ നിന്ന് സക്കാത്ത് കൊടുത്തേ പറ്റൂ. അതേ സമയത്ത് നാം കൊടുക്കാനുള്ള കടം നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മളെ വമാന് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ്. അപ്പൊ സ്വത്തിന്റെ മേൽ സക്കാത്ത് നിർബന്ധമാവുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിലല്ല, സ്വത്തുമേൽ നേരിട്ടാവുന്നു. അപ്പൊ കടം ഉണ്ട് എന്നതുകൊണ്ട് സ്വത്ത് ഉടമയിലുള്ള സ്വത്തിന്റെ സക്കാത്ത് ഒഴിവാവുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ്. എനിക്ക് കിട്ടാനുണ്ട്, ഞാൻ കൊടുക്കാനുണ്ട്, പിന്നെ ഇപ്പൊ എന്താ രണ്ടും കണക്കാ, എടുക്കാനുള്ള കൂട്ടിയാ പിന്നെ കിട്ടാനുള്ള ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടാനുള്ള സംഖ്യ നിസാബ് അഥവാ നിശ്ചിത തുക തികഞ്ഞ് ഒരു കൊല്ലം തികയുമ്പോൾ അതിന്റെ 2.5% സ്വാഭാവികമായി സക്കാത്തായി മാറുകയാണ്, നമ്മൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും. അത് നമ്മള് വേറെ ആൾക്ക് കൊടുക്കാണ്ടോ മറ്റോ ഒന്നും അതിന് ബാധകമല്ല. അല്ലെങ്കിൽ പിന്നെ കൊല്ലം തികയുന്നതിന് മുമ്പ് എന്താക്കണം, ഈ കൊടുക്കാനുള്ളതിക്ക് ഈ കിട്ടാനുള്ളത് മാറ്റണം. പിന്നെ പിന്നെ ഉടമയിൽ കിട്ടാനുള്ളത് ഇല്ലാതാവുമല്ലോ, അതേതിന് വഴിയുള്ളൂ. പിന്നെ കൊല്ലം തികഞ്ഞാലേ നിസാബും വേണം, കൊല്ലം തികയുമാണ്. 2 ഷർത്താണല്ലോ അതിന്. കിട്ടാനുള്ളതായാലും വേണ്ടിയില്ല, കൈവശമുള്ളതായാലും വേണ്ടിയില്ല, ഒക്കെ നിസാബ് തികയണം. അത് കൈവശമുള്ളത് ഒറ്റയ്ക്ക് നിസാബ് തികയില്ല, കൈവശമുള്ളതും കിട്ടാനുള്ളതും കൂടി കൂട്ടിയാൽ നിശ്ചിത തുകയാവുന്ന നിസാബ് തികയും. ഉദാഹരണം 20 മിസ്കാല് പൊന്നോ 200 ദിർഹം വെള്ളി അഥവാ 595 ഗ്രാം വെള്ളിയോ ഉടമയിലുണ്ടായാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതിന് തുല്യമായ തുക ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണം എന്നാണല്ലോ. അതിലിപ്പോ കയ്യിൽ ഒരു 25,000 ഉറുപ്പ്യ ഉണ്ട് എന്ന് കൂട്ടിക്കോളി, ഒരു കൊല്ലം കഴിഞ്ഞ പൈസയാണ്. കയ്യിൽ എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള പൈസ ആയാലും വേണ്ടിയില്ല, പെട്ടിയിൽ വെച്ച പൈസ ആയാലും വേണ്ടിയില്ല, ബാങ്കിലിട്ട പൈസ ആയാലും വേണ്ടിയില്ല. അങ്ങനെ 25 ഉറുപ്പ്യ കയ്യിലുണ്ട്. വേറൊരു 25 ഉറുപ്പ്യ ഒരാള് തരാനും ഉണ്ട്. തരാനുള്ളത് സ്വന്തം കൂട്ടിയാൽ 25 ഉറുപ്പ്യ, അതിന് സക്കാത്തില്ല. കൈവശമുള്ളത് സ്വന്തം നോക്കിയാൽ 25 ഉണ്ട്, അതിനും സ്വന്തമായിട്ട് സക്കാത്തില്ല. രണ്ടു കൂടി കൂട്ടും 50 ഉണ്ട്. അപ്പൊ സക്കാത്ത് കൊടുക്കണം. അപ്പൊ നിസാബ് തികഞ്ഞത് എപ്പോഴാണോ അവിടം മുതൽ കൊല്ലം തികയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 25,000 ഉറുപ്പ്യ ഒരാളിൽ നിന്നിട്ട് കിട്ടാനുണ്ട്. അത് റബീഉൽ അവ്വൽ 15 കൊടുത്ത പൈസ. അപ്പൊ റബീഉൽ അവ്വൽ 15 അന്ന് ഒരാൾക്ക് കടം കൊടുത്തിട്ട് തരാനുള്ള പൈസ പിറ്റത്തെ കൊല്ലത്തെ റബീഉൽ അവ്വൽ 15 ആവുമ്പോഴാണല്ലോ അതിന്റെ കൊല്ലം തികയ. എന്നാൽ റമളാനിൽ ഒരു 25,000 രൂപ വേറെ കിട്ടി, അത് കൈവശത്തിലുണ്ട് താനും. ഇപ്പോ അടുത്ത കൊല്ലത്തെ റബീഉൽ അവ്വൽ ആവുമ്പോ ഇവന്റെ കയ്യിൽ ഒരു കൊല്ലം കഴിഞ്ഞ 25,000 ഉണ്ട്, 6 മാസമായ 25,000 ഉണ്ട്. എന്നാൽ ഈ ഒരു കൊല്ലം കഴിഞ്ഞ 25,000-ന് ഇപ്പോൾ സക്കാത്ത് കൊടുക്കണോ? വേണ്ട. കാരണം എന്താ, ഇതൊരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് സക്കാത്ത് നിർബന്ധമാവുന്ന നിശ്ചിത തുകയാവുന്ന നിസാബ് എത്തിയത് റമളാനിലാണ്. കാരണം ഈ 25ന്റെ പുറമെ വേറൊരു 25 ഇവന്റെ കൈ ഉടമയിൽ വന്നത് റമളാനിലാണ്. അപ്പൊ റമളാനായപ്പോ നിസാബ് കഴിഞ്ഞു. അപ്പൊ പിറ്റത്തെ കൊല്ലത്തെ റമളാൻ വരുമ്പോൾ ഈ 50ന്റെ സക്കാത്ത് അപ്പോൾ കൊടുത്താൽ മതി. അപ്പൊ ചുരുക്കത്തിൽ നിസാബ് തികഞ്ഞിട്ട് പിന്നീട് കൊല്ലം തികയുന്ന സമയത്താണ് കണക്ക് കൂട്ടേണ്ടത്. നിസാബ് തികയാത്ത സംഖ്യ നേരത്തെ ഉടമയിൽ ഉണ്ടായിരുന്നു, ആ കാശ് കൊല്ലം തികയുമ്പോൾ വേറെ കാശ് കൊണ്ട് നിസാബ് തികഞ്ഞെങ്കിലും ഈ നിശ്ചിത തുക ഉള്ള സംഖ്യ മൊത്തം കൊല്ലം തികഞ്ഞത് എപ്പോഴാണ്, അപ്പോഴേ സക്കാത്ത് നിർബന്ധമാവുള്ളൂ. ഓക്കെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ? റേഡിയോ ശ്രോതാവ് കുവൈറ്റിൽ നിന്നും എന്റെ സുഹൃത്ത് ചോദിച്ചതാണ്, ചാണകം വിൽക്കുന്നതിന്റെ വിധി. അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചാണകം മെഴുകിയിട്ട് അതിൽ നെല്ലിട്ട് ഉണക്കിയിട്ടൊക്കെ ആയിരുന്നു നമ്മളെ ഭക്ഷണം ഉണക്കിയിട്ടായിരുന്നു ഉപയോഗിക്കാറ്. അങ്ങനെ അതിന്റെ വിധിയും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ എന്നെയും ഒരു സുഹൃത്ത് വഞ്ചിച്ചു പറയാൻ പൈസ കുടുങ്ങിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ എത്രയും പെട്ടെന്ന് റെഡിയായി തരട്ടെ. എനിക്ക് അതിന് കുടുക്കിപ്പെട്ടിട്ടുണ്ട്. ഉസ്താദ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എന്ന ദുആസത്തോടു കൂടെ മൈക്രോവേവ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കുടുക്കിൽ നിന്നിട്ടും ബദരീങ്ങളുടെ ബർക്കത്തോടെ നമ്മളെല്ലാവരെയും സലാമത്താക്കി തരുമാറാകട്ടെ. എന്റെ ഒരു കൽപ്പിച്ചുവിട്ട് ചെയ്തതല്ല, അവരങ്ങനെ പെട്ടുപോയതാ, അവരെ കഫീല് പറ്റിച്ചതാ. ഏതായാലും എല്ലാവർക്കും അല്ലാഹു തആല നല്ല ബുദ്ധി കൊടുത്ത് നല്ല നിലക്ക് കാര്യങ്ങളൊക്കെ കടപാടുകളൊക്കെ വീട്ടാൻ ഉള്ള തൗഫീഖും സൗകര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് കാര്യങ്ങളൊക്കെ അല്ലാഹു തആല സലാമത്താക്കി തരട്ടെ. ചാണകം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം തുടങ്ങിയ നജസായതും അതോടുകൂടി കാർഷിക വിളകൾക്ക് വളമായി ഉപയോഗിക്കുന്നതുമായ വസ്തു വിൽക്കുന്നതിന്റെ വിധി ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം അത് വിൽപ്പന സഹീഹല്ല. കാരണം നജസാണ്. എല്ലാ ജീവജാലങ്ങളുടെയും മലവും മൂത്രവും നജസാണ് എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ആ അഭിപ്രായം വെച്ച് നജസ് വിൽക്കാനും വാങ്ങാനും പാടുള്ളതല്ല. എന്നാൽ 4 മദ്ഹബുകളിൽപ്പെട്ട മറ്റ് മദ്ഹബുകളുടെ വീക്ഷണപ്രകാരം മാലിക്കി മദ്ഹബൊക്കെ പറയുന്നത് പോലെ അർത്താൽ ഭക്ഷിക്കാൻ പറ്റുന്ന മൃഗങ്ങളാവുന്ന ആട്, മാട്, ഒട്ടകം, കോഴി തുടങ്ങിയ അർത്താൽ മാംസം ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികളുടെ മലവും മൂത്രവും നജസല്ല എന്നൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമുള്ളവർ ഷാഫി മദ്ഹബിലെ ഇമാമിയങ്ങളിലും ചിലരുണ്ട്. ആ അഭിപ്രായം എടുത്തുകൊണ്ട് വിൽക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഷാഫി മദ്ഹബിന്റെ ഔദ്യോഗിക നിയമപ്രകാരം നജസാണ്, അതുകൊണ്ട് വിൽക്കാനും വാങ്ങാനും പാടില്ല. പരസ്പരം ഹിബത്ത് കൊടുക്കുക എന്നല്ലാതെ വിൽപ്പനയും വാങ്ങലും സഹിഹല്ല എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, മുമ്പ് ഇപ്പൊക്കെ പോയി നിലം മെഴുകാൻ ഉപയോഗിച്ചിരുന്നു ചാണകം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ കൂട്ടത്തിൽ പൊടി പറക്കാതിരിക്കാനും അതുപോലെ തന്നെ കരി മാത്രം ഉപയോഗിച്ചാൽ അത് ശരീരത്തിലും മറ്റു വസ്തുക്കളിലുമൊക്കെ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചാണകം കൂട്ടി ആയിരുന്നു നിലം മെഴുകിയിരുന്നത്. അത് നല്ലതല്ല, അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് തെറ്റാണ്. കാരണം രസാണല്ലോ. എന്നാൽ അങ്ങനെ മെഴുകിയ സ്ഥലത്ത് ഉണങ്ങിയതിന് ശേഷം അതിന്റെ മുകളിൽ പായ വിരിച്ചിട്ടോ മുസല്ല വിരിച്ചിട്ടോ ഒക്കെ നിസ്കരിക്കൽ ജായിസാണ്, പക്ഷേ കറാഹത്ത് ഉണ്ടാവും. എന്നതുപോലെ നെല്ല് പോലത്തത് അതിന്മേൽ ഉണക്കിയാൽ നെല്ലും ഉണങ്ങി നനവില്ലാതെ ആ സ്ഥലവും നനവില്ലാതെ അതിന്റെ മേലെ ഇട്ടുണക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ നെല്ല് നനവുള്ള സമയത്ത് അങ്ങനെയുള്ള ചാണകം മെഴുകിയ സ്ഥലത്ത് ഇട്ടാൽ അതിന്റെ പുറം ഭാഗം നജസാവും. അപ്പൊ അത് വൃത്തിയാക്കിയിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിപ്പോ പ്രശ്നമില്ല, നമ്മളവിടെ കാര്യമൊക്കെ കഴുകിയിട്ടല്ലേ ഉപയോഗിക്കുള്ളൂ. അതിലെത്ര പ്രശ്നമൊന്നുമില്ല. നിസ്കാരത്തിന്റെ ഒരു കറാഹത്ത് വരും എന്നതാണ് ഇപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഓക്കെ. അസ്സലാമു അലൈക്കും. അടുത്തെടുക്കുന്നില്ല സൗണ്ട് അടുത്ത്. അത് എനിക്കൊരു വിഷയം ഉണർത്താനും തന്നെയാണ്. ഏതായാലും പോവാൻ നിൽക്കല്ലേ. ഞാനിവിടെ ഉള്ള സ്ഥലത്തേക്ക് തനാദിന് കൊടുത്തിട്ടുണ്ട്. തനാദിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ അക്കാമ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എനിക്കാണെങ്കിൽ നോമ്പ് കഴിഞ്ഞ ഉടനെ നാട്ടിൽ പോക്ക് നിർബന്ധമാണ്. വീട്ടിന്റെ പണി ഏകദേശം കഴിഞ്ഞ് ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അക്കാമന്റെ കയ്യിൽ കിട്ടുകയും വേണം, വീട്ടിന്റെ പണി പെട്ടെന്ന് തീരുകയും വേണം. അതുകൊണ്ട് ഉസ്താദിന് പ്രത്യേകിച്ച് ദ്വാരക്കുകയും എസ് വിജിയിലുള്ള എല്ലാ കൂട്ടുകാരും സ്വന്തം ജ്യേഷ്ഠനും പോലെ
ബഹുമാനപ്പെട്ട തങ്ങളറുകൾ എല്ലാവരും പ്രത്യേകിച്ച് ദ്വാരക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. വലിയ പ്രയാസമല്ല, എന്നാലും അത് പെട്ടെന്ന് കിട്ടിയാൽ എനിക്കൊന്ന് പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി നല്ല നല്ല രാത്രികൾ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിച്ച് റാഹത്തും സലാമത്തും നൽകുമാറാകട്ടെ. ബദരീങ്ങളെ മാസാണല്ലോ, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എളുപ്പമാക്കി സലാമത്താക്കി തരുമാറാകട്ടെ. അത് നിങ്ങളവിടെ ദമാമിലുണ്ടോ എന്നറിയില്ല, ഞങ്ങളവിടെ ജിദ്ദയിലൊക്കെ ഇവരുടെ ഈ ഇക്കാമയുടെ സ്മാർട്ട്സ് കാർഡ് വളരെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. എന്റെ മകന്റെ തന്നെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യിച്ചിട്ട് കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാതെ വിഷമിച്ചു പോയി. അൽഹംദുലില്ലാഹ് റബ്ബിന്റെ തൗഫീഖോടുകൂടി മിനിയാന്ന് രാത്രി കിട്ടി. അപ്പൊ അന്നേക്ക് കിട്ടും. അല്ലാഹു തആല അത് എളുപ്പമാക്കി തരട്ടെ. കാര്യങ്ങളൊക്കെ അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാവരും പരസ്പരം അന്യോന്യം ദുആ ചെയ്യുക. നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ അല്ലാഹു തആല നീക്കി സന്തോഷവും റാഹത്തും നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ഡോട്ട് എങ്ങനെ ആരോ ഇട്ടിട്ട് ഞാൻ താഴെ പോയതാ ഉസ്താദെ. ഉസ്താദെ ഒരു ചോദ്യമുണ്ട് ഉസ്താദ്, പക്ഷേ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയും കൂടി ചോദിക്കുകയാണ് ഉസ്താദെ. ഒരു യത്തീമിന് കൊടുക്കാൻ ചില ആൾക്കാർ പൈസ ഏൽപ്പിച്ചു, അത് യഥാസമയം കൊടുത്തില്ല. ഇനി ഇത് കൊടുക്കണമെന്നുണ്ട്. ഈ കൊടുക്കുമ്പോൾ യത്തീമായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടി സംഭാവനക്കും മറ്റും വരുന്ന ആളുകൾ സമീപിക്കുന്നവരുണ്ട്. അത് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ആ കുട്ടി കല്യാണം കഴിക്കുമ്പോൾ യത്തീമിന്റെ പ്രായം കഴിയുമല്ലോ. ഇനി അത് അങ്ങനെ പറ്റുമോ എന്നതാണ്. രണ്ടാമതിന് യത്തീമിന് കിട്ടണമെങ്കിൽ അത് യത്തീം ഖാനയെ ഏൽപ്പിച്ചാലും ആ കാര്യം നടക്കുമോ? അല്ല യത്തീം ഖാനയ്ക്ക് വേണ്ടി പിരിവ് നടത്തുന്നവരെ ഏൽപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ യത്തീം മക്കൾ ഉള്ളവരോട് അവർക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്, അവർക്ക് പ്രായമില്ലാത്ത കുട്ടികളാകുമ്പോൾ അവരെ ഏൽപ്പിക്കാൻ പറ്റുമോ? അവരെ ഉപ്പയും ഉമ്മയും ഇല്ലാതപ്പോൾ ആരെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നവരാണ് ഏൽപ്പിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞ ഉപകാരമായിരിക്കും. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആലുവിന്റെ ചോദ്യം ഒരു മാലപ്പടക്കല്ലോ. എത്ര കൊമ്പാണ് അതിന് റബ്ബേ അള്ളാഹ്ക്കേ അറിയുള്ളൂ. യതീമിന് വേണ്ടി നേർച്ചയാക്കുകയോ വഖഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പേരിൽ സംഭാവന സ്വീകരിക്കുകയോ ഒക്കെ ചെയ്ത കാശ് യതീമിന് തന്നെ കൊടുക്കണം. വേറെ ഒന്നും അതിന് പറ്റൂല. യതീം എന്ന് പറയുമ്പോൾ ഇന്ന് നിലവിലുള്ള യതീംഖാനകളിൽ യതീം കുട്ടികൾ മാത്രമുള്ളൂ എന്ന് പറയുന്ന യതീംഖാനകളിൽ പോലും പ്രായപൂർത്തിയെത്തിയ കുട്ടികളുണ്ടാവും. ചേരുമ്പോൾ അവർക്ക് യതീം കുട്ടികളായിരിക്കും, ചെറിയ കുട്ടികളായിരുന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന ക്ലാസ്സിലെ പ്രായപൂർത്തിയെത്തിയവരായിരിക്കും, അവരെത്തീമല്ലാതായി. ഇത് യതീം കുട്ടികൾക്ക് എന്ന പേരിൽ നമ്മൾ കൊടുത്താൽ അവര് അതിൽ നിന്ന് പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്ക് മാത്രം പ്രത്യേകം വേർതിരിച്ചു കൊടുക്കാൻ പ്രായോഗികമായ പ്രയാസമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ യതീമായിരുന്ന കുട്ടിക്ക് കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യതീം കുട്ടികൾക്ക് വേണ്ടി വഖഫ് ചെയ്യുകയോ നേർച്ചയാക്കുകയോ സംഭാവന ചെയ്യുകയോ ചെയ്ത കാശ് കൊടുക്കാൻ പറ്റൂല. അതേസമയത്ത് യതീം കുട്ടിയെ കെട്ടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിരിച്ചതാണെങ്കിൽ പറ്റും. കാരണം എന്താ വെച്ചാൽ അത് അതുകൊണ്ട് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. യതീമായിരുന്ന കുട്ടിയെ ഇപ്പോൾ പ്രായപൂർത്തി എത്തിയ ശേഷം കെട്ടിക്കുന്നതിന് സഹായിക്കാനേ അതിനുള്ളൂ. അതേസമയത്ത് യതീം കുട്ടിക്ക് എന്ന പേരിൽ വഖഫുള്ളതായാലും നേർച്ചുള്ളതാണെങ്കിലും സംഭാവന ഉള്ളതാണെങ്കിലും അത് പ്രായപൂർത്തി എത്തിയിട്ട് കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് കൊടുക്കാൻ പറ്റൂല. യതീംഖാനക്ക് നേരിട്ട് തന്നെ കൊടുക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ യതീംഖാനക്ക് വേണ്ടി പിരിവിന് വരുന്നവർക്ക് കൊടുക്കാൻ തീരെ പറ്റൂല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ രണ്ട് പ്രശ്നം,
ഒന്ന് യതീംഖാന എന്ന് നമ്മളോട് പറയുന്ന വലിയൊരു ഭാഗം സ്ഥാപനങ്ങളും അനാഥ അഗതി മന്ദിരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അതില് ഉമ്മയും ബാപ്പയൊക്കെ ഉള്ള പാവപ്പെട്ട കുട്ടികളും ഉണ്ട്, ബാപ്പില്ലാത്ത യത്തീം കുട്ടികളും ഉണ്ടാവും. യത്തീമിന് എന്ന് തയ്യം ചെയ്ത് നിർണയിച്ചത് യത്തീമല്ലാത്തവർക്ക് കൂടിക്കലരാൻ പാടില്ല. എന്ന് ഖുർആന്റെ ശമ്പളത്തെ അത് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഫർണിച്ചറിന് ഉപയോഗിക്കും, കെട്ടിട വികസനത്തിന് ഉപയോഗിക്കും. ഇതൊന്നും യത്തീം കുട്ടികൾക്ക് എന്ന് അറിഞ്ഞുകൊണ്ട് പാടില്ല. അപ്പൊ അത് നമ്മളത് സൂക്ഷിച്ച്, എന്നാ ചിലവര് ശ്രദ്ധിക്കുന്നവരുണ്ട്, യത്തീം കുട്ടികൾക്ക് പ്രത്യേകമുള്ളത് ശ്രദ്ധിച്ച് യത്തീമായ കുട്ടികൾക്ക് മാത്രം കൊടുക്കും. പക്ഷെ അത് സാധിക്കില്ല, പ്രായോഗികമായിട്ട് പ്രയാസം. സൂക്ഷ്മത, യത്തീമാണെന്ന് ഉറപ്പുള്ള ബാപ്പയില്ലാത്ത പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്ക് തന്നെ അത് കൊടുക്കണം. അപ്പൊ കൊടുക്കും, കുട്ടികളെ കൈ കൊടുക്കാൻ പറ്റൂലല്ലോ. കുട്ടിയുടെ രക്ഷിതാവ് വാപ്പല്ലാഞ്ഞാ പിന്നെ ആരാണ്? വല്യാപ്പുണ്ടെങ്കിൽ വല്യാപ്പ, വല്യാപ്പല്ലെങ്കിൽ പിന്നെ ആരാണോ കുട്ടിയുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്ന രക്ഷിതാവ് ഉമ്മയാണെങ്കിൽ ഉമ്മ, വസിയത്ത് ചെയ്ത ഉമ്മയും രക്ഷിതാവും. അതല്ല കുട്ടികളുടെ തന്നെ ജ്യേഷ്ഠനുണ്ട് പ്രായപൂർത്തി എത്തിയ, അവരാണ് എങ്കിൽ അവരാവും. ഇനി അതല്ല എളാപ്പ മൂത്താപ്പമാരിൽപ്പെട്ടവരാരോ ആണ് കുട്ടികളുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നതെങ്കിൽ അവര്. ആരാണോ അവരുടെ കാര്യങ്ങൾ നടത്തി നിർവഹിച്ചു പോരുന്നത് അവരെ ഏൽപ്പിക്കുക. അത് പക്ഷേ പ്രത്യേകം ഉണർത്തി യത്തീം കുട്ടികൾക്കുള്ളതാണ് എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് കൊടുക്കുക തന്നെ വേണം. അസ്സലാമു അലൈക്കും. കഫം തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയാൽ നോമ്പ് പറയുമോ? പിന്നെ ഉസ്താദ്, ബാങ്കിന്റെ ഇൻട്രസ്റ്റ് മുസ്ലിം ഇല്ലാത്തവർ കൊടുക്കുമോ? കഫം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാല് ഇനി ഇമാമിയങ്ങൾ പറഞ്ഞ ഹാ പറയുന്ന മഹ്റജിന്റെ കീഴ്പോട്ടുനിന്ന് ഇറങ്ങിയാൽ കുഴപ്പമില്ല. അതിന്റെ ഇങ്ങേപ്പുറത്ത് നോക്കിയാണെങ്കിൽ വായയുടെ തുറന്ന സ്ഥലത്തിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് അത് നമ്മൾ ഇറക്കിയാല് നോമ്പ് മുറിയും. അപ്പൊ തൊണ്ടയിൽ നിന്ന് നമുക്ക് കാർക്കിച്ച് പുറത്തേക്ക് തുപ്പാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് വേണ്ടത്. അതില്ല എങ്കിൽ ഹാന്റെ മഹ്റജിന്റെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ അത് കാർക്കിച്ച് തുപ്പി തന്നെ വേണം. ഇല്ലെങ്കിൽ കീഴ്പോട്ട് ഇറങ്ങുന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല. ബാങ്ക് ഇൻട്രസ്റ്റ് ഇന്ന് പ്രധാനമായിട്ട് പറഞ്ഞൊക്കെ അതാണ്. ഇനി ബാങ്ക് ഇൻട്രസ്റ്റിനോട് ചോദിക്കല്ലേ നിങ്ങൾ എന്താ? ഇപ്പൊ ഒന്ന് തന്നെ ഇപ്പൊ 15 ആളുണ്ടെങ്കിൽ 15 ആൾക്ക് ഒരു മറുപടി തന്നെ പറയണം എന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ? അത് വാങ്ങാനായി കൈവെക്കാൻ തന്നെ പറ്റൂല ചങ്ങായിമാരെ. പിന്നെ ഇത് കാഫിര്യങ്ങൾക്ക് കൊടുക്കാറായി വാങ്ങി ഉറ്റൻ പഠിച്ചവനോട് ചെറിയണ്ടേ? പിന്നെ കാഫിറിനും ഇതേ വിധിയൊക്കെ വാതുകാണെന്ന ഷാഫി മദ്ഹബ്. പക്ഷെ എന്താണ് ഒരു ഇന്ന് തുടക്കം മുതൽ തന്നെ ഒരു നാശം പിടിച്ച ബാങ്ക് പരിശീലിച്ചാണ് ആൾക്കാര്. എന്നാൽ പറഞ്ഞു കൊടുക്കുക, ഒരാളോട് പറഞ്ഞു കൊടുത്താൽ തന്നെ എല്ലാവർക്കും തിരിയില്ലേ? ഇതിലിപ്പോ 200 ചില്ലാൻ ആളുണ്ട്. ഈ ഓരോരുത്തരും ഒരു മസാല തന്നെ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ കുഴങ്ങുമല്ലോ. 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം തന്നെ അതിനെപ്പറ്റി. പിന്നെ കാഫറിന് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ ചങ്ങായി? വാങ്ങിയിട്ടല്ലേ കൊടുക്കണത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, സിഗരറ്റ് വലിക്കുന്നത് ഹറാമാണോ? സിഗരറ്റ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒളു എടുത്തിട്ട് സിഗരറ്റ് വലിച്ചാൽ നമ്മുടെ ഒളു മുറിയുമോ? അതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു യഅതിക ആഫിയ. സിഗരറ്റ് ഹറാമാണെന്ന് ഒറ്റവാക്കി പറയാൻ നമ്മൾക്ക് സുന്നികൾക്ക് നിവൃത്തിയില്ല. പക്ഷെ നല്ലതല്ല, ചീത്തയാണ്. മനസ്സിലായില്ലേ? ഹറാമാണെന്ന് ഒറ്റടിക്ക് പറയാൻ പറ്റൂല. ഹറാമാകുന്നവരും ഉണ്ട്, കറാഹത്താവുന്നവരും ഉണ്ട്. ഒരു വ്യക്തിക്ക് അയാളുടെ പ്രത്യേക ആരോഗ്യസ്ഥിതി അനുസരിച്ചൊരു ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന രോഗങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പുകവലി നിങ്ങളുടെ ആരോഗ്യത്തിന് കഠിനമായ ദോഷം ചെയ്യും എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഹറാമാണ്.
പൊതുവെ എല്ലാവർക്കും അത് ദോഷകരമായി വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് കറാഹത്തുമാണ്. ഏതായാലും നല്ലതല്ല. മനസ്സിലായില്ലേ? അത് നജസല്ല എന്നതുകൊണ്ട് പോക്കറ്റിൽ വെച്ച് നിസ്കരിച്ചതിന് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഉപയോഗിക്കാൻ നല്ലതല്ല. ചുരുങ്ങിയത് കറാഹത്തെങ്കിലും വരും. തന്നെയല്ല, ഇതിനു വേണ്ടിയിട്ട് പണം ഉപയോഗിക്കൽ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ചീത്ത മാർഗത്തിൽ പണം ഉപയോഗിച്ചതായി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതുണ്ട്. അത് ഒഴിവാകേണ്ടതും വിട്ടുനിൽക്കേണ്ടതുമാണ്. പക്ഷെ ഒരാള് വുളു എടുത്തതിന് ശേഷം പുകവലിച്ചു എന്നതുകൊണ്ട് വുളുവിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ പോക്കറ്റിൽ വെച്ച് നിസ്കരിച്ചു എന്നതുകൊണ്ട് നിസ്കാരത്തിനും കുഴപ്പമൊന്നുമില്ല. കാരണം നജസല്ല, അതുകൊണ്ട് നിസ്കാരം ചെയ്യാവുന്നതിന് തടസ്സമല്ല. അതുപോലെ തന്നെ നജസല്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ മാലിന്യങ്ങളിൽ എണ്ണാത്തത് കൊണ്ടും വുളു മുറിയുന്ന കാര്യങ്ങളിൽ എന്തായിട്ടില്ല, പുകവലി എണ്ണിയിട്ടില്ല. ഏതായാലും അത് ഒഴിവാക്കേണ്ടതാണ്. അത് ഉപേക്ഷിക്കുന്നതിൽ ഹൈറുണ്ട്, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഹൈറില്ല എന്നല്ല, ദോഷം പലതും വരുന്നുണ്ട്. അതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതാണ്. ഒറ്റ വാക്കിൽ ഹറാമാണെന്ന് പറയാൻ പറ്റൂല. അസ്സലാമു അലൈക്കും. ഉസ്താദ്, 2-3 ദിവസങ്ങൾക്ക് മുമ്പിട്ട് ഞാൻ ഉസ്താദിന്റെ അടുത്ത് കുറെ അറബി വാക്കുകളുടെ അർത്ഥം ചോദിച്ചിരുന്നു. അപ്പൊ ഇന്നും എനിക്ക് ഈ ചോദ്യത്തിൽ ചോദിക്കാനുള്ളതാണ്. ഒന്ന്, ഞാൻ കേട്ടത് നഊദു ബില്ല മാദല്ല എന്നുള്ള 2 വാക്കുകൾ കേട്ടു. അത് പറയേണ്ട അവസരങ്ങൾ ഏതാണെന്നൊന്ന് ഉസ്താദ് വ്യക്തമാക്കി തരണം. പിന്നെ വേറൊരു വാക്ക് കേട്ടത് ഫാസിഖ് എന്നാണ്. അപ്പൊ അതും എന്താണെന്ന് പറയണം എന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഊദു ബില്ലാഹ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിനോട് നമ്മൾ കാവല് തേടുന്നു എന്നാണ്. കാരണം എന്തെങ്കിലും നരകശിക്ഷക്കോ തത്തുല്യമായ കാരണങ്ങൾക്കോ ഒക്കെ കാരണമാവുന്ന ചില കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് നഊദു ബില്ലാഹ്. അത്തരം കാര്യങ്ങൾ ഒന്നു ചേരുന്നതിനോട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവല് തേടുന്നു എന്ന്. അതിന്റെ മറ്റൊരു പ്രയോഗം തന്നെയാണ് മഅദല്ലാഹ് എന്ന് പറയും. അള്ളാഹുവിന്റെ അഭയം ഞാൻ തേടുന്നു. നഊദു ബില്ലാഹ് പറയുന്നതിന്റെ മസ്തറിന്റെ പ്രയോഗമാണ് മറ്റേത്. ആശയത്തിൽ രണ്ടും ഒന്ന് തന്നെ. ഈ വിഷയത്തിൽ ഈ മഹാവിപത്തിനെ തൊട്ട് അള്ളാഹുവിൽ അഭയം, മറ്റൊരു അള്ളാഹുവിനോട് നമ്മൾ അഭയം തേടുന്നു എന്നാണ് നഊദു ബില്ലാഹ് പറയുമ്പോൾ. ഇവിടെ അള്ളാഹുവിൽ അഭയം എന്ന് വരുന്നു മാത്രം. രണ്ടു പറഞ്ഞാലും ആശയം ഒന്ന് തന്നെയാണ്. കാവലാക്കപ്പെടേണ്ട ശൈത്താന്റെ ശർറ്, നരകശിക്ഷ, ദുന്യവിയായ ഫസാദ് തുടങ്ങിയ ഗുണകരമല്ലാത്ത, നല്ലതല്ലാത്ത വിപത്തുകള്, നാശങ്ങള്, ദോഷങ്ങള് എന്നിവയിൽ നിന്നിട്ടുള്ള അള്ളാഹുവിനോടുള്ള രക്ഷതേട്ടത്തിന് ഉപയോഗിക്കുന്ന 2 വാചകങ്ങളാണ്. രണ്ടായാലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. മഅദല്ല പറഞ്ഞാലും അതുപോലെ തന്നെ നഊദു ബില്ലാഹ് പറഞ്ഞാലും. നഊദു ബില്ലാഹ് എന്ന് പറയുമ്പോൾ അത് ഫീലും ഫായിലും കൂടിയ ജുംലയാണ്. അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കുന്നു. മറ്റേ ആണെങ്കിലും അങ്ങനെ തന്നെ. മഅദല്ല പറഞ്ഞ മസ്തറാണ്. അത് മഅദു ഫാഇലിന്റെ മഫ്ഊൽ മുത്ലഖായിട്ട് ആണ് വരിക. അള്ളാഹുവിനോടൊരു കാവൽ തേടുന്നു എന്നർത്ഥം വരുന്നു അത്ര. സംഗതി രണ്ടായാലും അള്ളാഹുവിനോട് കാവലും അഭയവും രക്ഷയും ചോദിക്കാൻ ഉപയോഗിക്കുന്ന ദിക്റാണ്. വളരെ പുണ്യപ്പെട്ട കാര്യമാണ്. 2 പറഞ്ഞാലും തെറ്റില്ല. രണ്ടും ഒരേ സ്ഥാനത്ത് തന്നെ പറയാൻ പറ്റുന്നതാണ്. പിന്നെന്തേ പറഞ്ഞിന്? ഫാസിഖ്. ഫാസിഖ് എന്ന വാക്കിന്റെ ഭാഷാർത്ഥം പാപി, കുറ്റവാളി, തെറ്റുകാരൻ എന്നൊക്കെ അർത്ഥത്തിനാണ്. സാങ്കേതികമായി ഫാസിഖ് എന്ന് പറഞ്ഞാല് വൻദോഷം ചെയ്തിട്ട് തൗബ ചെയ്യാത്തവൻ, അതല്ലെങ്കിൽ പതിവായി ചെറുദോഷം ചെയ്തുകൊണ്ടിരിക്കുകയും സൽക്രമങ്ങൾ ധാരാളമായി ചെയ്യാതെ അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ചെറുദോഷം പതിവാക്കുന്നവൻ സ്വാലിഹായ അമലുകൾ ധാരാളമായി ചെയ്യുകയാണെങ്കിൽ ഫാസിഖ് എന്ന് പറയില്ല. എന്നാൽ സ്വാലിഹായ അമലുകൾ അത്ര ധാരാളം വർദ്ധിപ്പിക്കുന്ന ആളല്ല. അതോടുകൂടി പതിവായി ചെറുദോഷം ചെയ്യുന്നവനാണെങ്കിൽ അവൻ ഫാസിഖാണ്. വൻദോഷം ചെയ്ത് തൗബ ചെയ്യാത്തവൻ അവനും ഫാസിഖാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ കുറ്റവാളി, പാപ്പി, ദോഷി എന്നൊക്കെ അർത്ഥത്തിനാണ് ഫാസിഖ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഉസ്താദ് ഒരു നോയമ്പിന്, അതായത് 30 ദിവസത്തില് ഒരു ഖത്തം തീർക്കണതിലാണോ സുന്നത്ത്, അതോ എത്ര ഖത്തം വേണേലും തീർക്കുക? കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കല്
കുറച്ചാൾ മുമ്പ് വള്ളാന്ന് തോന്നി, അവിടെ ഞാൻ കേട്ടുപോയിട്ടുണ്ട്. അതായത് ഒരു നൊയമ്പിൽ ഒരു ഖത്തും തീർക്കണത് കുറച്ചും കൂടെ നല്ലതെന്ന്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. എത്ര കണ്ടു ഖത്തം തീർക്കാൻ കഴിയുമോ അത്രയും ഹൈറാണ്. പക്ഷേ ഹർഫുകളൊക്കെ സൂക്ഷിച്ച് തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതുമ്പോൾ വളരെ പുണ്യം കിട്ടും. ആ നിലക്ക് അർത്ഥം ചിന്തിക്കാതെ വേഗത്തിൽ ഓതിപ്പോകുന്നതും വളരെ സാവകാശം അർത്ഥം ചിന്തിച്ച് ഓതുന്നതും തമ്മിൽ ഉത്തമം അർത്ഥം ചിന്തിച്ച് സാവകാശം ഓതുന്നതാണ്. നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു എന്നും ഒരു ഖത്മ് ഓതിയിരുന്നു. ഒരു ഡെയിലി ഒരു ഖത്മ്. റമളാൻ മാസമായാൽ ഡെയിലി 2 ഖത്മ്, ഒരു ഖത്മ് പകലും ഒരു ഖത്മ് രാവും. പക്ഷെ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കൂല. അത് അവരുടെ കറാമത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കൂല. എങ്കിലും കഴിയുന്നത്ര ഖുർആൻ ഖത്മ് തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. റമദാനിൽ മൊത്തം ഒരു ഖത്മ് തീർക്കുക അല്ല, റമദാനിൽ എത്ര കണ്ട് ഖത്മ് തീർക്കാൻ കഴിയുമോ അത്രയും ഖത്മ് തീർക്കണം. അത് പ്രത്യേകം സുന്നത്താണ്. എന്നാൽ അങ്ങനൊരു ശ്വാസം വിടാതെ ഓതി തീർക്കുക എന്ന് പറയുന്നതിലല്ല പുണ്യം. സാവകാശം മഖ്റജുകളൊക്കെ ശ്രദ്ധിച്ച് തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടുപോകുക. അങ്ങനെ കഴിയുന്നത്ര വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല ഖുർആനിലെ ഖത്മ് വർദ്ധിപ്പിച്ച് ഖുർആൻ നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെയും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ ഉസ്താദേ? ഒരു ചോദ്യം വന്നത് ഫിത്ർ സക്കാത്തിന്റെ കണക്കിനെ കുറിച്ച് തന്നെയാണ്. ഫിത്ർ സക്കാത്തിന്റെ കറക്റ്റ് അളവ് എത്രയാണെന്നാ ചോദിച്ചത്. 2800 എന്നും 3200 എന്നൊക്കെ പല ലേഖനങ്ങളിലും കാണുന്നുണ്ട്. അപ്പോ ഏതാണെന്ന് ഉറപ്പുവരുത്താനാണ് ഈ ചോദ്യം വന്നത്. ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് ലേഖനത്തിലുള്ള വ്യത്യാസമല്ല, മറിച്ചത് മനസ്സിലാക്കിയോർത്തുള്ള പിഴവാണ്. 2,3,200 എന്ന് പറയുന്ന അളവാണ് ലിറ്റർ കണക്കിന്. 3 ലിറ്ററും 200 മില്ലി ലിറ്ററും എന്ന് പറഞ്ഞത് ഫിത്ർ സക്കാത്തിന്റെ ഒരു സ്വാന്റെ കൃത്യമായ അളവാണ്. 2,650, 2,800 എന്നൊക്കെ പറയുന്നത് തൂക്കാണ്. മനസ്സിലായില്ലേ? 3,200 എന്ന് പറയുന്ന ലിറ്ററാണ്. അത് കൃത്യ കണക്കാ. 2,800, 2,650, 2,700 എന്നൊക്കെ മാറ്റി പലരും പറയും. അത് കിലോഗ്രാം തൂക്കാണ്. അത് അരി കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും തൂക്കത്തില്. കൃത്യം 3,200 മില്ലി ലിറ്റർ എന്നതാണ് ശരി. 3 ലിറ്ററും 200 മില്ലി ലിറ്ററും ആയാൽ ഒരു സ്വായ് കൃത്യമായി അതിന് കണക്കായിട്ടുള്ള തൂക്കാണ്. ചില അരി 600 ഉണ്ടായാൽ പോലെ 2,600 ഉണ്ടായാൽ തന്നെ ഉണ്ടാവും. ചില 2,650 വേണ്ടി വരും, ചില 2,700 വേണ്ടി വരും. പിന്നെ 2,800 എന്ന് പറയുന്നവര് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ച് കൂടുതലായിക്കോട്ടെ, തികയാതെ പോകണ്ടല്ലോ എന്നുള്ള നിലക്ക് പറയാണ്. ഏതായാലും അളവാണ് കൃത്യം, തൂക്കം സുമാറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഈ ഉലഫായ റാഷിദീങ്ങളെ പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികളാണല്ലോ ഈ അഹ്ലുൽ ബൈത്ത്. അതുപോലെ മറ്റുള്ള ഉലഫായ റാഷിദീങ്ങളെ കുടുംബം ഇപ്പം നിലവിലുണ്ടോ? അവരെ പറ്റി അവർ കുടുംബം നിലവിലുണ്ടോ എന്ന് ഖുലഫ ആണ് കേട്ടോ.
ഖുലഫാ ഖാ കൊണ്ട് പറയണം, പറഞ്ഞ് തേക്കണ്ടെന്നുള്ള ഒരു നല്ല കാര്യമാണല്ലോ. ഖലീഫമാർ എന്ന അർത്ഥത്തിനാണ് ഖുലഫാ ഉർ റാഷിദീങ്ങൾ, 4 ഖലീഫമാർ. അവിടെ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് കുറച്ചൊരു അബദ്ധമുണ്ട്. 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരയാണ് അഹ്ലു ബൈത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട തിരുനബി തങ്ങളുടെ 2 താവഴയിൽ വരുന്ന ബനൂ ഹാഷിം ഗോത്രത്തിലും ബനൂ മുത്തലിബ് ഗോത്രത്തിലും പെട്ട മോമിനീങ്ങളായ ആളുകൾക്കൊക്കെ നബി കുടുംബം എന്ന ആരു നബി എന്ന പേരിൽ വരും. ബനൂ ഹാഷിം ഗോത്രക്കാരിൽപ്പെട്ട എല്ലാ മോമിനീങ്ങളും, അത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരപ്പെട്ടു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരപ്പെട്ടു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരപ്പെട്ടു, അവരുടെ ജ്യേഷ്ഠനായിരിക്കുന്ന ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരപ്പെട്ടു, ഒക്കെ പെട്ടു. ബനൂ ഹാഷിം ഗോത്രത്തിലും ബനൂ മുത്തലിബ് ഗോത്രത്തിലും പെട്ട എല്ലാ മോമിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. അവരെ പറ്റി പറയാ ആലു നബി എന്ന. എന്നാൽ ദുജിയത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. ദുജിയത്ത് അഹ്ലു ബൈത്ത് തന്നെ 2 ആദ്യമായിട്ട്, ഒന്ന് ആലു നബി, മറ്റൊന്ന് ദുജിയത്ത്. ദുജിയത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെ മക്കളാവുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുടെ മക്കൾ പരമ്പരക്കാണ് ദുജിയത്ത് എന്ന് പറയാം. എന്നാൽ നബി തങ്ങളുടെ മക്കൾ പരമ്പര, അത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ തങ്ങളുടെ ഈ 2 ആളുകളുടെ മക്കൾ പരമ്പരയിലുള്ളവർക്ക് മാത്രമേ ദുജിയത്ത് നബി തങ്ങളുടെ മക്കൾ പരമ്പര എന്ന് പറയും. അതേസമയത്ത് നബി തങ്ങളുടെ ഭാര്യമാർക്ക് അഹ്ലു ബൈത്ത് എന്ന് പറയും, നബി തങ്ങളുടെ മക്കൾക്ക് അഹ്ലു ബൈത്ത് എന്ന് പറയും. അതുപോലെ ബനൂ ഹാഷിം ഗോത്രത്തിലും ബനൂ മുത്തലിബ് ഗോത്രത്തിലും പെട്ടവർക്കൊക്കെ ആലു നബി എന്ന് പറയും. ശരിയല്ലേ? അതൊന്ന്. രണ്ടാമത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളൊക്കെ നബി തങ്ങളുടെ കുടുംബം ബനൂ ഹാഷിമിൽപ്പെട്ട മോമിനീങ്ങൾ എന്നുള്ള ആൾക്ക് നബിയുടെ കുടുംബമാണ്. അവര് നിലവിലുണ്ട്, അതിൽ സംശയമില്ല. ദുജിയത്ത് തന്നെ ഉണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ തങ്ങളുടെ മക്കൾ പരമ്പരയിൽപ്പെട്ട ദുജിയത്ത് തന്നെ ധാരാളം ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ചോദ്യമല്ല എന്നതുപോലെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും കുടുംബ പരമ്പര ഉണ്ടോ? തീർച്ചയായിട്ടും ലോകത്തിന്റെ പല ഭാഗത്തും അവര് ഉണ്ട്. നമ്മളെ നാട്ടിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ മഖ്ദൂമിങ്ങൾ, പൊന്നാനി മഖ്ദൂമിങ്ങൾ, അവന്റെ പരമ്പരയിൽപ്പെട്ട സമീപകാലത്ത് നമ്മളോട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിദത്ത് ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മളെ സമീപകാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഉൾപ്പെടെയുള്ള നാട്ടിലെ കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരയിലുണ്ട്. അതുപോലെ തന്നെ ബോംബെ, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സിദ്ദീഖി എന്ന പേരിൽ തന്നെ ആ കുടുംബ പരമ്പര അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സിദ്ദീഖി വംശജര് ഇന്ത്യയിൽ തന്നെ ധാരാളമുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അറിയപ്പെടുന്ന മഖ്ദൂമുകൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 ആൺമക്കളിൽ മൂത്ത മകന്റെ പേര് അബ്ദുറഹ്മാൻ എന്ന, രണ്ടാമത്തെ ആളുടെ പേര് അബ്ദുള്ള എന്ന, മൂന്നാമത്തെ ആളുടെ പേര് മുഹമ്മദ് എന്ന. ഈ രണ്ടാമത്തെ മകൻ അബ്ദുള്ള എന്നവരുടെ മക്കൾ പരമ്പരയിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട മഖ്ദൂമീങ്ങൾ. മഹാനായ അബ്ദുള്ള എന്നവര് ത്വായിഫ് യുദ്ധത്തിൽ അമ്പേറ്റ് പരിക്കേൽക്കുകയും അതിൽ ഷഹീദാവുകയും ചെയ്ത മഹാനാണ്. അവരുടെ മക്കൾ പരമ്പരയാണ് നമ്മുടെ നാട്ടിലെ മഖ്ദൂമീങ്ങൾ. എന്നതുപോലെ ഫാറൂഖി പരമ്പര എന്ന പേരിൽ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഫാറൂഖി എന്ന പാരമ്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ അവർക്ക് തങ്ങന്മാര് എന്ന പേരില്ല. അതെന്തുകൊണ്ട്? തങ്ങന്മാര് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട അഹ്ലു ബൈത്തിനെ പറ്റി മാത്രമേ തങ്ങന്മാര് എന്ന് നമ്മൾ പറയുള്ളൂ. മറ്റവരൊക്കെ ബഹുമാനിക്കപ്പെടുന്നവർ തന്നെയാണ്. ആ മഹാന്മാരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ആയിട്ട് കുടുംബ ബന്ധമുള്ളവരായതുകൊണ്ട്. അസ്സലാമു അലൈക്കും. ഉസ്താദ്, തങ്ങന്മാർക്ക് സദക്ക കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഇതിൽ ആദ്യം പറഞ്ഞിക്കണോ ഇല്ല എന്നുള്ളത് അറിയില്ല സാർ, കേട്ടില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും. തങ്ങന്മാർക്ക് സദക്ക കൊടുക്കാൻ പാടില്ല, സക്കാത്ത് കൊടുക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ തങ്ങന്മാർക്ക് എന്ത് കൊടുക്കാനും പാടില്ല, സദക്ക കൊടുക്കാനും പാടില്ല. മറിച്ച് എന്തു ചെയ്യണം? അവർക്ക് ഹദിയ കൊടുക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ ബഹുമാനിച്ച് ആദരിച്ച്
ഒരു സമ്മാനമായി കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരാളുടെ ബുദ്ധിമുട്ട് ഞെരുക്കം തീർക്കുക എന്നുള്ള നിലക്ക് അയാളെ സഹായിക്കുന്ന ശൈലിയാണ് സദഖക്കുള്ളത്. അപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പരമ്പരയോ അവിടുത്തെ കുടുംബ പരമ്പരയോ ആവുന്ന അഹ്ലു ബൈത്ത്, അവരെ നമ്മൾ വളരെയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. അപ്പൊ അവർക്ക് നമ്മൾ ഒരു ഔദാര്യം ചെയ്തു കൊടുക്കുക എന്ന നിലക്കുള്ള സദഖ കൊടുക്കാൻ പാടില്ല. അതേ സമയത്ത് അവർക്ക് കൊടുക്കണം, അവർക്കൊന്നും കൊടുക്കണ്ടെന്നല്ല, അവർക്ക് കൊടുക്കണം. പക്ഷെ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അവരെ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടൊരു സമ്മാനം എന്ന നിലക്ക് കൊടുക്കുക. ഉദാഹരണം പറഞ്ഞാല് നമ്മള് വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു മഹാനായ ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദിന് നമ്മൾ എന്തു ചെയ്യുന്നു? സന്തോഷത്തോടു കൂടി ഒരു നല്ല ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, അതുപോലെ തന്നെ ഒരു സംഖ്യം കൊടുത്തു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അവരോട് നമുക്കുള്ള ഒരു ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കല. ഉസ്താദിനിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങിയിടാൻ കഴിയാത്തത് കൊണ്ടോ ഉസ്താദിനിപ്പോ ഇടങ്ങേറും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സഹായിക്കാന്നുള്ള ആൾക്കല്ല, അവരെ നമ്മളൊരു ബഹുമാനിക്കുക എന്നുള്ള ആൾക്ക്. എന്നാൽ ഈ ഉസ്താദന്മാരെയും മേലെയാണ് ബഹുമാനപ്പെട്ട സയ്യിദന്മാര്. കാരണം എന്താ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളും മക്കളും ആണ് അവര്. ആ നിലക്ക് അവരോടുള്ള ബഹുമാനാർത്ഥം അവർക്ക് ഹദിയ കൊടുക്കേണ്ടതാണ്. സദഖ കൊടുത്ത് അവര്, കാരണം എന്താ? അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദി സുഫ്ല എന്നുണ്ട്. സദഖ കൊടുക്കുന്ന കൈയാണ് സദഖ വാങ്ങുന്ന കൈയിനേക്കാൾ ഖൈറായത് എന്ന്. അപ്പൊ ആ നിലക്ക് സദഖ വാങ്ങുന്നവര് താഴെയും കൊടുക്കുന്നവര് മേലെയുമാണ്. ആ അവസ്ഥ തങ്ങന്മാർക്ക് വരാൻ പാടില്ല. അവര് മേലെയും മറ്റൊരു താഴെയായിരിക്കണം. അത് വരണമെങ്കിൽ അവർക്ക് ഹദിയായിട്ട് കൊടുക്കണം. നമ്മൾ അവരെ ബഹുമാനിച്ച് സ്നേഹിച്ച് കൊടുക്കുക, ആ നിലക്ക് കൊടുക്കണം. അതിന് സദഖ എന്നല്ല പറയാ, ഹദിയയാകുന്നു. ഞങ്ങൾ ജ്യേഷ്ഠനന്മാര് ഒരുമിച്ച് സക്കാത്ത് കൊടുക്കാനുള്ള ആള്, അത് ഞങ്ങൾ ഉപ്പാനെ ഏൽപ്പിച്ചുകാണ്ട് ഉപ്പ ഒന്നായിട്ട് കൂട്ടിക്കാണ്ട് കൊടുക്കാൻ പറ്റുമെന്നും കൂടെ ചോദിക്കാണ്ടല്ലോ. അത് കൊടുക്കുക, നിങ്ങൾ ഏൽപ്പിക്കാന്നുള്ളൂ. ജ്യേഷ്ഠാഞ്ചന്മാരത്, അതുപോലെ തന്നെ ആ ജ്യേഷ്ഠാഞ്ചന്മാരുടെ ഭാര്യ മക്കളത് ഒക്കെ പാടെ വാപ്പാനെ ഏൽപ്പിച്ച് വാപ്പ കൊടുത്താൽ ഒരു കുഴപ്പമില്ല. പക്ഷേ വാപ്പനെ ഏൽപ്പിക്കണം നമ്മൾ. അവിടെ കണക്ക് നമ്മുടെ ഫർള് നമുക്കാണല്ലോ. അപ്പൊ നാം കൊടുക്കേണ്ട ഫറലായ ഇബാദത്ത് നമുക്ക് വേണ്ടി നിർവഹിക്കാൻ നമ്മൾ വാപ്പയെ ഏൽപ്പിക്കണം. എന്നാൽ പറ്റുവാൻ കുഴപ്പമൊന്നുമില്ല. ഏൽപ്പിക്കാതെ സ്വമേധയാ വാപ്പ കൊടുത്താൽ പോരാൻ. അത് കാരണം എന്താ? അത് നിയ്യത്ത് ചെയ്ത് നിർവഹിക്കേണ്ട ഇബാദത്തായതുകൊണ്ടാണ്. അതേസമയത്ത് ചെലവിന് കൊടുക്കുമ്പോൾ അങ്ങനെ വേറെ പ്രത്യേകം നിയ്യത്ത് ചെയ്തോളണമെന്നില്ല. നമ്മൾ വാപ്പാക്ക് അയച്ചു കൊടുത്തു പൈസ, അതിന്ന് വാപ്പ നമ്മുടെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ട തുണി കുപ്പ എടുത്തു കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് നിയ്യത്തൊന്നും കാണുന്നില്ല. കാരണം അത് ഇടപാട് വീട്ടുക. സക്കാത്ത് അങ്ങനെയല്ല, ഇബാദത്തായതുകൊണ്ട് അതും വാപ്പാക്ക് ചെയ്തുകൂടായല്ല. പക്ഷെ നമ്മൾ ഏൽപ്പിക്കണം. ഏൽപ്പിച്ചാൽ പറ്റും, ഏൽപ്പിക്കാഞ്ഞാ പറ്റൂല. അസ്സലാമു അലൈക്കും ഉസ്താദ്, ഈ സൂറത്ത് സോദിലെ ഇസ്തഗ്ഫറ റബ്ബഹു വഖറ റാക്കിയൻ വഅനബ്ന വന്നിട്ടുണ്ട്. അവിടെ സുജൂദ് തന്നെയാണോ ചെയ്യേണ്ടത്? റാക്കിയൻ വന്നതുകൊണ്ട് ഒരു ഡൗട്ട്, റുക്കുവാണോ സുജൂദാണോ? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അവിടെ സുജൂദ് തന്നെ ചെയ്യേണ്ടത് തന്നെയല്ല. അവിടെ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് സ്വാദ് സൂറത്തിലെ സുജൂദ് ശുക്റിന്റെ സുജൂദാ, എന്തല്ല തിലാവത്തിന്റെ സുജൂദല്ല. അത് വേറിച്ച് മനസ്സിലാക്കുക. 14 സുജൂദാണ് ഖുർആനിലുള്ളത്. അതിൽ സ്വാദ് സൂറത്ത് കൂട്ടിയ 15 ഉണ്ടാവും. അതിന് പറയാ 15 സ്വാദ് സൂറത്തിലെ സുജൂദ് ശുക്റിന്റെ സുജൂദാണ്. ശുക്റിന്റെ സുജൂദാവുമ്പോ എന്താണെന്ന് വെച്ചാൽ നിസ്കാരത്തിന്റെ ഇടയിൽ സ്വാദ് സൂറത്ത് ഓതിയാൽ ഈ ഫററാക്കിയ അനാബ് എന്ന ആയത്ത് എത്തുന്നിടത്ത് സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. കാരണം നിസ്കാരത്തിൽ ശുക്റിനെ സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. നിസ്കാരത്തിലല്ലാതെ നാം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സുജൂദ് ചെയ്യാൻ സാധാരണ പോലെ ശുക്റിനെ സുജൂദ് ചെയ്യുന്നു എന്ന നെയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ സുന്നത്തായ തക്ബീർ ചൊല്ലി സുജൂദ് ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ സുന്നത്തായ തക്ബീർ ചൊല്ലി ഉടൂൽ അത്തയ്യാത്തിന്റെ ഇരുത്തം പോലെ ഇരുന്ന് സലാം വീട്ടി. അതിന് നിയ്യത്ത് ചെയ്യലും തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യലും വുജൂബ്, സുജൂദ് ചെയ്ത് സലാം വീട്ടൽ വുജൂബ്.
സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലലും സുജൂദിൽ തസ്ബീഹ് ചൊല്ലലും സുജൂദിൽ ഉയരുമ്പോൾ തക്ബീർ ചൊല്ലലും ഒക്കെ സുന്നത്ത്. ഇത് നിസ്കാരം ചെയ്യാൻ പാടില്ല, നിസ്കാരത്തിലല്ലാതെ ഓതുന്നോടത്ത് ചെയ്യാവോ എന്നതാണ്. സുജൂദ് തന്നെയാണ് ചെയ്യേണ്ടത്. ശുക്രിന്റെ സുജൂദാണ്, തിലാവത്തിന്റെ സുജൂദല്ല. എന്നാൽ തിലാവത്തിന്റെ സുജൂദാണെന്ന് പറഞ്ഞ വേറെ മദ്ഹബുകളുണ്ട്. നമ്മുടെ ഷാഫി മദ്ഹബിന്റെ അവസ്ഥയാണ് ഇപ്പൊ പറഞ്ഞത്. ചാടിയതല്ല ഉസ്താദ്, ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ തിലാവത്തിന്റെ സുജൂദിന്റെ ഒരു രൂപം കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി ആദ്യം തൊട്ടുള്ള ഒന്നുകൂടി. അസ്സലാമു അലൈക്കും. എന്താ കാട്ട ഞാൻ മനസ്സിലാക്കണമാണല്ലോ. തിലാവത്തിന്റെ സുജൂദ് ആ ആയത്ത് ഓതി പൂർത്തിയായി കഴിഞ്ഞാൽ നിസ്കാരത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നേരെ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി നേരെ സുജൂദിലേക്ക് പോവുക. സുജൂദിൽ തസ്ബീഹ് ചൊല്ലി നേരെ അല്ലാഹു അക്ബർ എന്ന തക്ബീറോടുകൂടി തിരിച്ചു നൃത്തത്തിലേക്ക് തന്നെ വരിക, ഒറ്റ സുജൂദ്. നിസ്കാരത്തിലാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ എന്തില്ല, നിയ്യത്ത് വേണ്ട, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണ്ട, സലാം വീട്ടണ്ട, ഒന്നും വേണ്ട. നേരെ ആ ആയത്ത് ഓതി പൂർത്തിയായാൽ സുജൂദിലേക്ക് തക്ബീർ ചൊല്ലി പോവുക. സുജൂദ് കഴിഞ്ഞ് നേരെ തക്ബീറോടുകൂടി നൃത്തത്തിലേക്ക് വരിക, തുടർന്ന് ബാക്കിയുള്ളത് ഓതുക. നിസ്കാരത്തിലല്ലാതെ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആ ആയത്ത് ഓതി തീരുമ്പോൾ തിലാവത്ത് അഥവാ ഓത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. എന്നിട്ട് രണ്ടാമത് അല്ലാഹു അക്ബർ എന്ന സുന്നത്തായ തക്ബീർ ചൊല്ലി സുജൂദിലേക്ക് പോവുക. സുജൂദിൽ തസ്ബീഹ് ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി ഇരുത്തത്തിലേക്ക് വരിക. ഇരുത്തത്തിൽ സലാം വീട്ട് അത്തയ്യാത്ത് ഓതണ്ട. അപ്പൊ ഒരു സുജൂദേ ഉള്ളൂ, അത്തയ്യാത്ത് ഓതേണ്ടതില്ല, രണ്ടാമത്തെ സുജൂദ് ചെയ്യേണ്ടതില്ല, ഒറ്റ സുജൂദ്. പക്ഷേ നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാമാണ് സുന്നത്ത് നിസ്കാരത്തിന്റെ എല്ലാ ഷർത്തും. വുദൂ ഉണ്ടായിരിക്കണം, നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, ഔറത്ത് മറക്കണം, ഖിബലക്ക് മുന്നിടണം. ഇപ്പറഞ്ഞ ഷർത്തുകളൊക്കെ ഉണ്ട്, സുന്നത്ത് നിസ്കാരത്തിന്റെ വിധിയാണ്. അപ്പോ നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക, എന്നിട്ട് സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സാധാരണ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി എന്ന് ചൊല്ലിയാൽ തന്നെ മതി. ഇനി അറിയുന്നവർക്ക് അല്ലാഹു ലക സജദ്തു ബിക ആമന്തു വലക അസ്ലംതു എന്ന് തുടങ്ങുന്നത് ചെല്ലാം. അത് കിട്ടാത്തവർ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി എന്ന് തന്നെ ചൊല്ലിയാൽ മതി. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ഇരിക്കുക. ഇരുന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം വീട്ടുക. അതിന് സലാം വീട്ടലും നിയ്യത്ത് ചെയ്യലും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലും നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഒരു സുജൂദ് ചെയ്താൽ മതി. സുജൂദ് കഴിഞ്ഞതിന് ശേഷം അത്തയ്യാത്ത് ഓതണ്ട, സലാം വീട്ടിയാൽ മതി. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാൻ ജിദ്ദിയിലാണ്. സക്കാത്തിന്റെ പൈസ ഇവിടെ കുറച്ച് കൊടുത്ത് ഇനി കുറച്ച് ബാക്കിയുണ്ട്. അത് നാട്ടിൽ പോയിട്ട് കൊടുത്താൽ മതിയാ. പിന്നെ ഒരു കാര്യം പറയാനുള്ള ഉസ്താദ്, എനിക്ക് കിഡ്നിയിൽ കല്ലായിട്ട് ഞാൻ അസുഖമായിട്ട് ഇരിക്കുകയാണ്. മറ്റന്നാൾ നാട്ടിൽ പോകണം, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയാൻ. അസ്സലാമു അലൈക്കും. മൈക്ക് വിടാൻ താമസിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ ശിഫയാക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങളില്ലാതെ വളരെ സഹിലായ നിലക്ക് അല്ലാഹു തആല പൂർണ്ണ ശിഫ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ കല്ല് പുറത്തു കളയാനുള്ള മാർഗങ്ങൾ ഏതെങ്കിലും പല മാർഗങ്ങളുണ്ട്. അതൊക്കെ എളുപ്പമുള്ള മാർഗം അല്ലാഹു തആല ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും എളുപ്പത്തിൽ അത് പുറത്തു കളഞ്ഞ് പൂർണ്ണമായ ശിഫയും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ടും ഈ റമളാന്റെ പുണ്യം കൊണ്ടും അല്ലാഹു തആല എളുപ്പമാക്കി ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിയുന്നതും ഇവിടത്തെ സക്കാത്ത് ഇവിടെ തന്നെ കൊടുക്കലാണ് നല്ലത്. ഷാഫി മദ്ഹബിലെ അടിസ്ഥാന നിയമപ്രകാരം അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ ഷാഫി മദ്ഹബിലെ പിൽക്കാലക്കാരായ ചില ഇമാമിയങ്ങളുടെയൊക്കെ ഫത്വ അനുസരിച്ച് മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലുള്ള കുടുംബത്തിൽപ്പെട്ടവരോ അയൽവാസികളോ ഒക്കെ ആയ വളരെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പിന്തിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന ചില ഫത്വകളുണ്ട്. അതനുസരിച്ച് അമൽ ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും. എനിക്കൊരു ആദരവിന്റെ മസല ചോദിക്കാനാണ്.
അപ്പൊ ഞാന് എന്റെ മുമ്പത്തെ ഉസ്താദ് ദർസിലെ എന്നെ മുസ്താദ് പറഞ്ഞ കാസർഗോഡിൽ വലിയ അറിയപ്പെട്ടതാണ്. എന്നെ മുസ്താദ് ഒരു മസാല പറഞ്ഞാൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ എന്നും പറഞ്ഞ എന്നെ അപ്പുറം വേറൊന്നും പറയണ്ടോ എന്നാ പറയാ. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഉസ്താദ് പറഞ്ഞതുപോലെ പിന്നെ അബൂഷാഖിർ ഉസ്താദിന്റെ ഉദയപേരനാണ്, പിന്നെ നല്ല കിതാബിയാണ്. കുനൂത്തിലൊക്കെ റബ്ബി ഗഫൂർ എന്ന് പറയാറില്ല. അതുപോലെ ദുആയില് പിന്നെ റബ്ബി റഹ്മാ കമാ റബ്ബയാനി എന്ന ഉസ്താദ് പറയല് ഇമാമ് നിന്നാലും. അപ്പൊ അങ്ങനെ ആ ഉസ്താദിന്റെ മതം അനുസരിച്ച് ആ ഉസ്താദ് തന്നെ ഇമാമ് നിർത്തുന്നു. അപ്പോ ഞാൻ ഉസ്താദിന്റെ ആ പിന്നെ ഉസ്താദിന്റെ മതം അനുസരിച്ചുള്ള നിലക്കാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ വേറൊരു ഉസ്താദിന്റെ അടുത്ത് ഞാൻ പഠിച്ചിരുന്നതിന് ഉദാഹരണത്തിന് വെക്കാം. അവിടെ ഉസ്താദ് പിന്നെ ഈ റബ്ബി ഗഫൂർ വറഹം അന്ത ഖൈറു റഹീമിന്നോ അല്ലെങ്കിൽ റബ്ബി റഹ്മാ കമാ റബ്ബൗനാ സിഗാറാ എന്നോ ചൊല്ലുകയാണെങ്കിൽ ഞാൻ ഈ രണ്ട് ഉസ്താദന്മാരനുസരിച്ച് രണ്ട് നിലക്കും നീങ്ങണോ അല്ല ഏതാണ് സഹി എന്ന് അറിയാൻ വേണ്ടി, ആദരവ് ഏതാ മുന്തിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഉസ്താദന്മാരൊക്കെ ആദരിക്കേണ്ടതാണ്. ഒരാളെ ഹവറത്തിൽ വെച്ചാവുമ്പോ അദ്ദേഹത്തിന്റെ മദ്ഹബാണ് നമ്മൾ ഇഖ്തിയാർ ചെയ്യേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്. മറ്റൊരാളുടെ ഹവറത്തിലാവുമ്പോൾ അദ്ദേഹത്തിന്റെ മദ്ഹബിനാണ് ഇഖ്തിയാർ ചെയ്യേണ്ടത്. ഹവറത്തിലല്ലാത്തപ്പോ രണ്ടും ചെയ്യാവുന്നതാണ്. ന്യായം കൂടുതൽ ഏതാണോ അതനുസരിച്ച് ചെയ്യാം. അവരുടെ ഹവറത്തിലാവുമ്പോൾ അവരെ ആദരിക്കേണ്ടത് പ്രത്യേകം ആവശ്യമാണ്. പണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖാമ് ശരീഫ് സിയാറത്തിന് പോയ സമയത്ത് അവിടെ താമസിച്ചപ്പോ അന്ന് രാവിലെ അവിടത്തെ പള്ളിയിൽ നിസ്കരിച്ചപ്പോ അന്ന് രാവിലെ ഖുനൂത്ത് ഓതിയിരുന്നില്ല എന്നാണ്. ഖുനൂത്ത് ഓതുകാരൻ സുന്നത്താണ്, ആ വിശ്വാസമുള്ള ആളാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. എങ്കിലും അത് സുന്നത്തില്ല എന്ന് വിശ്വസിച്ച് അത് പറഞ്ഞ് പഠിപ്പിച്ച ഇമാമാവുന്ന അബുൽ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദറത്തിൽ സിയാറത്തിന് ചെന്ന് അവിടുത്തെ പള്ളിയിൽ നിസ്കരിച്ചപ്പോ ആ അദബ് പാലിച്ചുകൊണ്ട് ഖുനൂത്ത് ഓതിയില്ല. അതുകൊണ്ട് നിസ്കാരത്തിൽ കുഴപ്പമില്ല, കാരണം ഖുനൂത്ത് ഓതൽ സുന്നത്തല്ലേ ഉള്ളൂ. ആ സുന്നത്ത് ഒഴിവാക്കി എന്തിനു വേണ്ടിയിട്ടാണ്? മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള ആദരവ്. അതാണ് അവരുടെ ഹദറത്തിൽ അവരെ ആ മദ്ഹബിന് തന്നെയാണ് ഇഖ്തിയാർ കൊടുക്കുന്നതിലാണ് ആദരവ്. ഹദറത്തിലല്ലാത്തപ്പോ അതിൽ ഏതെടുത്താലും അവരോടുള്ള അനാദരവൊന്നും വരൂല. സൂക്ഷ്മത അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഖുർആനിനെ ഹിക്കായത്ത് ചെയ്യുക എന്ന നിലക്കാണ് ജമാഅത്തായിട്ടാണെങ്കിൽ പോലും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ഖുർആൻ അങ്ങനെയാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഖുർആൻ ശരീഫിൽ നിർദ്ദേശിച്ച അതേ കെലിമത്ത് തന്നെ ഹിക്കായത്ത് ചെയ്യുക എന്ന ഉദ്ദേശം വെച്ചിട്ടാണ് ജമാഅത്താണെങ്കിൽ പോലും ഉസ്താദ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്നത്. ആ നിലക്ക് അതിന് വലിയ ബർക്കത്തുണ്ട്. ഖുർആനിനെ ഹിക്കായത്ത് ചെയ്യാന്നുള്ളതാണ്. അതേ സമയത്ത് റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ എന്ന് റബ്ബ റബ്ബയാ റബ്ബൗ എന്ന് പറയുന്ന റബ്ബന്റെ ജമ്മ് ആയിട്ട് റബ്ബൗ എന്ന് അങ്ങനെ പറയുന്നതിന് മായന ഉള്ള നോക്കുമ്പോൾ അത് സഹിയാണ്. കാരണം ആ ഖുർആൻ പറഞ്ഞ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനാ. അപ്പൊ ഒരു സംഘം ആളുകൾ ഉണ്ടാവുമ്പം ജമ്മായിട്ട് പറയലാണല്ലോ മായന കൊള്ള നോക്കുമ്പോൾ ശരി. അപ്പൊ ഒന്ന് ലഫ്ദ് കൊള്ള നോക്കിയിട്ടാണ്, മറ്റേത് മായന കൊള്ള നോക്കിയിട്ടാണ്. രണ്ടും സഹിയാണ്. അവരവരുടെ ഹദറത്തിൽ വെച്ച് ചെയ്യുമ്പം അവരുടെ ചിട്ട പാലിക്കലാണ് നല്ലത്. അതന്നെ റബ്ബിർഹം എന്നതിനെ പറ്റിയിട്ടും പറയാനുള്ളത് അത് തന്നെയാണ്. അതായത് സാധാരണ നമ്മളെ മുത്തതാവലായ ഫിഖ്ഹിന്റെ കിതാബുകളിലൊന്നും അങ്ങനെ ഒരു സുന്നത്ത് പറഞ്ഞിട്ടില്ല. സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കലാണ് സുന്നത്ത്. എന്നാൽ ഷാഫി മദ്ഹബിലെ തന്നെ ചില കിതാബുകളിൽ വമൻ സാദ റബ്ബി ഗഫൂർ വർഹം വഅൻത ഖൈറു റഹീമിൻ ഫഹസനുൻ റബ്ബി ഗഫൂർ വർഹം വഅൻത ഖൈറു റഹീമിൻ എന്ന് കൂട്ടിക്കൊടുത്താൽ, അത് സാധാരണ പ്രയോഗം തന്നെ, കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ ഹുസ്നിയത്ത് ലോവിയാണ് എന്നതാണ് തഹഖീഖ്. ലോവിയാണ് എന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ ഹറാമും കറാത്തും ഒന്നും വരൂല. അപ്പൊ അനുവദനീയമാണ് എന്നർത്ഥം വരും. സാധാരണ ചെയ്യാൻ പാടില്ല, നീട്ടാൻ പാടില്ലാത്ത സ്ഥലത്താണ്. പക്ഷേ ഇത്
ദുആ ആയതുകൊണ്ടും അതിൽ അള്ളാഹുവിന്റെ സനാഹ് ഉള്ളിൽ വരുന്നത് കൊണ്ടും കറാഹത്തും ഹറാമൊന്നും വരൂല. അതാണ് ഹസന്റെ അർത്ഥം. ആ നിലക്ക് ഒരാൾ ചെയ്താൽ അതിന് തെറ്റ് പറയണ്ട, അത് തെറ്റൊന്നുമല്ല. ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് ശരി. അസ്സലാമു അലൈക്കും ഉസ്താദെ, ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. നൂർമദീന മൈക്ക് എടുത്തുകൊണ്ടില്ല, അതുകൊണ്ട് എടുത്താണ്. ഉസ്താദെ, എനിക്ക് വിവാഹാലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ കുടുംബ ബന്ധവും ദീനുമായിട്ടുള്ള ബന്ധമൊക്കെ ഉറപ്പിക്കാനും അത് നിലനിർത്തി തരാനും സഹായിക്കുന്ന ഒരു നല്ല ഭാര്യയെ കിട്ടാനായിട്ട് ഉസ്താദ് മാത്രമല്ല ഇത് കേൾക്കുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഞാൻ എന്റെ ഉമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതായത് ഹില്ലർ നബി ജീവിച്ചിരിപ്പുണ്ട്, അത് ദജ്ജാൽ വരുന്നവരെ ഹില്ലർ നബി ജീവിച്ചിരിക്കുന്നു. അത് ചരിത്രം എന്താണെന്ന് കുറച്ച് വാക്കല്ല, അത് ശരിയാണോ തെറ്റാണോ അത് എന്താണെന്നുള്ളതെന്ന് ഉസ്താദ് പറഞ്ഞു തരണം. പിന്നെ ഉസ്താദിനെ ഞാൻ PM ചെയ്തിരുന്നു, അത് കോൺടാക്ട് ലിസ്റ്റിലില്ലാത്തതിന്റെ പോയില്ല. അപ്പൊ ഉസ്താദ് സൗകര്യം പോലെ PM ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖൈറായ ഒരു സ്വാലിഹത്തായ ഇണയത്തെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിലും കുടുംബ ബന്ധത്തിലും ഒക്കെ ബറക്കത്തുള്ള, ദുന്യാവില് മാത്രമല്ല നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അർഹതയുള്ള ഒരു നല്ല സ്വാലിഹായ ഒരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരന് ഇണയാക്കി അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആ കുടുംബത്തിൽ അല്ലാഹു തആല റാഹത്തും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭർത്താവിനനുസരിക്കുകയും അള്ളാഹുവിന് വഴിപ്പെടുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഇണയായി കിട്ടുക എന്ന് പറയുന്നത്. ലോകത്ത് അല്ലാഹു തആല ഈ ദുന്യാവിൽ ചെയ്തു തരുന്ന വലിയൊരു നിഅമത്താ. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മുടെയൊക്കെ ഭാര്യമാരെ ആ നിലക്കുള്ളവരാക്കട്ടെ. ആ കല്യാണം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്തിന് അതിന് പറ്റുന്ന അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ, സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാൻ സഹായകമാവുന്ന, അതോടുകൂടി കുടുംബത്തിൽ സന്തോഷം ലഭിക്കുന്ന ഒരു നല്ല സ്വാലിഹത്തായ കുട്ടിയെ ഇണയാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിദ്ർ നബി അലൈഹിസ്സലാം തങ്ങള് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് മഹാന്മാരായ സൂഫിയാക്കളായ എല്ലാ ഇമാമിയങ്ങളും പറയുന്നത്. അവർക്കിടയിൽ അത് ഇജ്മാഅാണ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാമ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മഹാന്മാരും, സൂഫികളായ മുഴുവൻ മഹാന്മാരും പറയുന്നത് ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ട്. ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത് ദജ്ജാലിന്റെ സമയത്ത് ദജ്ജാലിനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ മഹാനവറുകളെ രണ്ട് പിളർപ്പായി കീറി കൊലപ്പെടുത്തിയതിനു ശേഷം ആ രണ്ടും ഒരുമിച്ച് കൂട്ടി വീണ്ടും ജീവൻ വെപ്പിക്കുമെന്നും, എന്നിട്ട് ഞാൻ റബ്ബാണെന്ന് എനിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെക്കാളും കൂടുതൽ എനിക്ക് വ്യക്തമായി നീ യഥാർത്ഥത്തിലുള്ള ദജ്ജാലാണ്, നീ ഫിത്നക്ക് വന്നവനാണ് എന്ന് വ്യക്തമായി പറയുമ്പോൾ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുമെന്നും പിന്നീട് അവനോട് അദ്ദേഹത്തെയോ വേറൊരാളെയോ കൊല്ലാൻ കഴിയില്ല എന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ട് തന്നെ അതുവരെ മഹാനവറുകൾ ജീവിച്ചിരിക്കും എന്ന് തന്നെയാണ് മഹാന്മാരായ സൂഫികളായ ഉലമാക്കൾ പറയും. എന്നാൽ മറ്റുള്ള ഉലമാക്കൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ചിലർ പറയുന്നത് മരിച്ചുപോയിട്ടുണ്ട് എന്നും ചിലർ പറയുന്നത് ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ. പക്ഷേ സൂഫികളായ ഉലമാക്കൾക്കിടയിൽ ഇജ്മാഅാണ് മഹാനവറുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന്. ഹലോ, അസ്സലാമു അലൈക്കും. ബ്ലഡ് ഇഞ്ചക്ഷൻ ഞരമ്പിലേക്ക് കയറ്റിയിട്ട് ബ്ലഡ് ടെസ്റ്റിങ്ങിന് വേണ്ടി പുറത്തെടുത്താൽ നോമ്പ് മുറിയോ? അതുപോലെ അസറിന്റെ സുന്നത്ത് നമസ്കാരം ശേഷം ഇല്ലാത്ത സുന്നത്ത് ഞാൻ പള്ളിക്കെത്തുമ്പോൾ ജമാഅത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മുമ്പുള്ള സുന്നത്ത് മടക്കി നിസ്കരിക്കാൻ പറ്റും. അതുപോലെ ശേഷം ഇല്ലാത്ത സ്ഥലത്ത് മടക്കി നിസ്കരിക്കാൻ സുന്നത്ത് നിസ്കാരം പറ്റും. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ തുറന്ന ദ്വാരത്തിലൂടെ, അത് പ്രകൃതിയാ തുറന്നതായാലും വേണ്ടിയില്ല, കുത്തി തുറന്നതായാലും വേണ്ടിയില്ല, തടിയുള്ള വസ്തു ഉള്ളുപൊള്ളയായ ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്ന കാര്യം ഉറപ്പ്. രക്തം ഓടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ഈ ഞരമ്പുകൾ ഉള്ളുപൊള്ളയായ വസ്തുവാണ്. ആ ഉള്ളുപൊള്ളയായ വസ്തുവിലേക്ക്
സൂചി കുത്തുമ്പോൾ തുറക്കപ്പെട്ട ദ്വാരായി. ആ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ സൂചിയുടെ തല ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ തടിയുള്ള വസ്തു പ്രവേശിച്ചു എന്നായി. അപ്പൊ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളുപൊള്ളയായ സ്ഥലത്തേക്ക് തടിയുള്ള ഒരു വസ്തു പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. മനസ്സിലായില്ലേ? അതിൽ ഇഞ്ചക്ഷൻ മരുന്ന് അങ്ങോട്ട് കുത്തി കയറ്റിയാലും വേണ്ടിയില്ല, ചോര അതിൽ നിന്ന് ഇങ്ങോട്ട് കുത്തിയെടുത്താലും വേണ്ടിയില്ല, ഗ്ലൂക്കോസ് കുത്തി വെച്ചാലും വേണ്ടിയില്ല, നോമ്പ് മുറിയും. മനസ്സിലായില്ലേ? അതേ സമയത്ത് കാലിന്റെയോ കയ്യിന്റെയോ മജ്ജന്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റിയാൽ അതുകൊണ്ട് മുറിയില്ല. കാരണം മജ്ജന്റെ അവിടെ ഉള്ളു കൊള്ളില്ല. കാരണം ഈ എല്ലിന്റെ ഉള്ളിൽ ഹോളുണ്ടെങ്കിലും അതിൽ മജ്ജ നിറഞ്ഞിക്കുകയാണ്, അവിടെ ഉള്ളു കൊള്ളയ ഒരു സ്ഥലമില്ല. രക്തം അങ്ങനെയല്ല, അതിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, പോയും വന്നുകൊണ്ടിരിക്കുകയാണ്, ഞരമ്പിന്റെ ഉള്ളു കൊള്ളയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ചില ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരിയല്ലേ? അതുപോലെ അഭിപ്രായ വ്യത്യാസമുള്ളതൊക്കെ ഇവിടെ പറഞ്ഞു കാണ്ട് ഇവിടെ ആളുടെ ഫസാദ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പറയുകയാണെങ്കിലേ നമ്മളവിടെ അല്ല കേട്ടോ, വേറെ ഏതോ ഒരു ഇറച്ചി കച്ചവടക്കാരെ ഒരു പെട്ടിക്കൂടുണ്ട്. ഈ ഇറച്ചി കച്ചവടക്കാരെ പെട്ടിക്കൂട്ടിൽ ഇതിനെപ്പറ്റി എന്തോ ഒരു വലിയ ഒച്ചപ്പാടൊക്കെ വന്നിരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പറയുകയാണെങ്കിൽ തൊഹഫയിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പുക വലിച്ചാൽ നോമ്പുറിയില്ലാന്ന് പറഞ്ഞിന്. അത് പത്ത് കൊടുക്കാൻ പറ്റുഞ്ഞ്. അതുപോലെ തന്നെ പുകല വെച്ച് വായിൽ പുകല വെച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ലാൻ, പുക വലിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ലാൻ. പക്ഷേ അവിടെ തന്നെ അതിന്റെ ആശയക്കാര് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തൊഹഫയിൽ പറഞ്ഞതാണെങ്കിൽ പോലും പുകക്ക് തടിയുണ്ട് എന്നത് നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റുന്ന സംഗതിയാണ്. തടിയുള്ള വസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തൊഹഫയിൽ പറഞ്ഞ പുക വലിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്, അബദ്ധം പറ്റിയതാണ് എന്ന് ഉണർത്തിയിട്ടുണ്ട്. എന്നതുപോലെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഉലമാക്കൾക്കിടയിൽ ഭിന്ന അഭിപ്രായമുണ്ടായിരുന്ന ഒരു വിഷയമാണിത്. ഈ വിഷയത്തിൽ ഖണ്ഡനവും മറുപടിയും പുസ്തക രചനയും ഒക്കെ നടന്നിട്ടുണ്ട് മുൻകാലത്ത്. ഉലമാക്കൾക്കിടയിൽ വലിയ ഫഖീഹുമാരായിരുന്ന നമ്മുടെ നാട്ടിലുള്ള ഉലമാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ ഞരമ്പിന്റെ ഉള്ളിലേക്ക് വല്ലതും കയറിയാൽ നോമ്പ് മുറിയോ മുറിയില്ലേ എന്ന വിഷയം അഭിപ്രായ വ്യത്യാസമാവുകയും അതിനെ ന്യായീകരിച്ചുകൊണ്ടും ഗണ്ണിച്ചുകൊണ്ടും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിരുന്നു. പക്ഷേ സൂക്ഷ്മാലുക്കളും ഫുഖഹാവുമായ പണ്ഡിതന്മാരുടെ തീരുമാനം മുഅ്തമദായ അഭിപ്രായ പ്രകാരം ഞരമ്പിന്റെ ഉള്ളിലേക്ക് തടിയുള്ള വസ്തു പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്നതാണ്. അതനുസരിച്ചാണ് ഞാനിവിടെ ഇതിന്റെ മുമ്പ് പല പ്രാവശ്യവും അക്കാര്യം ഉണർത്തിയത്. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞതുകൊണ്ട് തന്നെ പറഞ്ഞ. ഇപ്പോഴുള്ള ചില ചെറുപ്പക്കാര് കുട്ടികളുണ്ട്, ഞമ്മൾ കുടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞിറക്കണവര്. ഒറ്റ കൊമ്പില്ലാത്ത മുയലിനുണ്ടാവുക 3 കൊമ്പ്. പക്ഷെ അത് അവരുടെ വിവരക്കേടാണ്. എനിക്ക് കിതാബ് തിരിയും, ഞാൻ വിവരമുള്ളവനാണ് എന്നൊരു ധാരണ സ്വയം വന്നിട്ട് എനിക്കങ്ങനെ ഇന്നേരെയും തോന്നിയിട്ടില്ല. എനിക്കൊന്നും അറിയില്ല, ഞാനൊരു പൊട്ടപ്പാവം സാധുവാ. നമ്മുടെ ഇമാമിയങ്ങളായ, നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഇമാമിയങ്ങൾ ഉലമാക്കൾ എന്താ പറഞ്ഞത്, അവരേതാണ് മുഅ്തമദാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തരാനല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇൽമുമില്ല, ഞാൻ അതിന്റെ ആളുമല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നടന്ന ഒരു വിഷയമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഉലമാക്കൾക്കിടയിൽ 2 അഭിപ്രായം ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഖഹായിൽപ്പെട്ട ഇരുത്തം ചെന്ന യോഗ്യരായ ഇമാമിയങ്ങൾ അതുകൊണ്ട് നോമ്പ് മുറിയും എന്ന് സ്ഥിരപ്പെടുത്തുകയും അതാണ് ഷാഫി മദ്ഹബിന്റെ മുഅ്തമദ് എന്ന് പറയുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ആണ് ഞരമ്പിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുകയോ സൂചി കയറ്റിയിട്ട് ചോര കുത്തിയെടുക്കുകയോ ഒക്കെ ചെയ്താൽ തടിയുള്ള വസ്തു ഉള്ളുപൊള്ളയായ സ്ഥലത്തേക്ക് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ പ്രവേശിച്ചു എന്നതുകൊണ്ട് നോമ്പ് മുറിയും എന്ന് പറയാൻ കാരണം. ഇനി നിയമം അതാണെന്ന് മാത്രമല്ല സൂക്ഷ്മതയും അതാണ്. ഇനി അതായത് ഞാൻ പറഞ്ഞതനുസരിച്ച് നോമ്പ് മുറിയും എന്ന് വെക്കുക. ഇനി മറ്റേ ഇറച്ചിപ്പീടിയല്ലേ ഏതോ ഒരു ചങ്ങാതി പറഞ്ഞതനുസരിച്ച് നോമ്പ് മുറിയില്ലാന്നും വെക്കുക. നോമ്പ് മുറിയില്ലാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ട് കേടുന്നുണ്ടോ? ഒരു കേടുമില്ലല്ലോ. നോമ്പ് മുറിയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു ചെയ്യാതിരുന്നു, അതുകൊണ്ടൊന്നും പറ്റില്ല. അതേ സമയത്ത് ഞാൻ പറഞ്ഞു നോമ്പ് മുറിയും നല്ലതാണ് ശരിയെങ്കിൽ
അവിടെ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞ പെട്ടിപ്പീടി എന്ന് പറഞ്ഞതിനനുസരിച്ച് ആരെങ്കിലും ചെയ്താൽ അയാളുടെ നോമ്പ് പരലോകത്തിൽ വരുമ്പോൾ ഇയാള് കള വെട്ടി കൊടുക്കുവോ? നമ്മളൊരു കാര്യം പറയുമ്പം സൂക്ഷ്മതയുടെ ബാബും കൂടി നോക്കണ്ടേ? ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്, അതിൽ മുഹത്തമത് പറയണം. അതോടുകൂടി തന്നെ സൂക്ഷ്മതയുടെ ബാബും നോക്കണ്ടേ? എവിടെയെങ്കിലും കുത്തിരുന്ന് പറയില്ല, അതെ അങ്ങനെ ഒരു നേരിട്ട് വന്നിട്ട് പറയട്ടെ എന്ന് അപ്പോഴല്ലേ എന്നെ വിശദീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇത് ചോദിച്ചാളോടല്ല പറയുന്നത് കേട്ടോ, ചോദിച്ചാളോ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിനെ വരെ അതുപോലെ സാധാരണ അങ്ങനെ തുടങ്ങുന്നതോടെ മുതൽ അവസാനം വരെ എ പി ഉസ്താദിന്റെ പച്ചർച്ചി തിന്നുന്ന പണിയാണ് ആ ജീവികൾക്ക് എന്നേ അവരെ പറ്റി പറയാൻ പറ്റുള്ളൂ. ആ ജീവികൾക്ക് ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് എ പി ഉസ്താദിന്റെ പച്ചർച്ചിമലാണ് അവരത് അവസാനിപ്പിച്ചത്. അത് അവരും റബ്ബുമായിട്ട് നോക്കിക്കോട്ടെ. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മുറിയും എന്നതിനാണ് മുഴത്തമത്, അത് തന്നെയാണ് സൂക്ഷ്മതയും. മനസ്സിലായില്ലേ? പിന്നെന്താന്ന് വെച്ചിന് സുന്നത്തസ്കാരം മനസ്സിലായില്ല പറ്റാറ്. അസറിന്റെ സുന്നത്തസ്കാരം പള്ളിയിൽ ചെന്നപ്പോ നിസ്കാരം തുടങ്ങിയാണ്, ജമാഅത്ത് തുടങ്ങിയാണ്. വേഗം ജമാഅത്തിൽ തുടർന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ സുന്നത്തസ്കാരം പിന്നീട് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും, അത് സുന്നത്താ. അത് സുബഹിയാണെങ്കിലും അങ്ങനെ തന്നെ. സുബഹിന്റെ ശേഷവും അസറിന്റെ ശേഷവും സുന്നത്തസ്കാരം ഇല്ല യഥാർത്ഥത്തിൽ. എന്നാൽ പള്ളിയിൽ വന്നപ്പം സുബഹിന്റെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സുന്നത്തസ്കരിക്കാൻ നിൽക്കാതെ ആ ജമാഅത്തിൽ തുടരുന്നുണ്ട്, അങ്ങനെ തുടർന്നു. അതുപോലെ അസറിന് പള്ളിയിൽ എത്തിയപ്പോഴേക്ക് ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സുന്നത്തസ്കരിക്കാതെ ഫർദ് നിസ്കാരത്തിൽ ഈ ഫർദാവുന്ന അസർ നിസ്കരിച്ചതിന് ശേഷം അതുപോലെ തന്നെ സുബഹി നിസ്കരിച്ചതിന് ശേഷം മുമ്പുള്ള സുന്നത്ത് ശേഷം നിസ്കരിക്കാം എന്നല്ല, നിസ്കരിക്കൽ സുന്നത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞത് വഖത്തില്ലാത്തതും കാരണമില്ലാത്തതുമായ സുന്നത്തുസ്കാരം ആ സമയത്ത് പാടില്ല എന്നുള്ളൂ. മുമ്പുള്ളതായതുകൊണ്ട് വഖത്തുള്ളതുമാണ്, പിന്തിയത് എതിർകൊണ്ട് പിന്തിയതുമാണ്, കളാവും ആവൂല, സുന്നത്തുമുണ്ട്. ആ നിസ്കരിച്ച കളയല്ല, അതാവ് തന്നെയാണ്. അതോടുകൂടി അത് സുന്നത്തുമാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, വാഹനാപകടങ്ങളിലും മറ്റൊക്കെ പരിക്ക് പറ്റുക അല്ലെങ്കിൽ മരണപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. ഇൻഷുറൻസ് പൊതുവെ നിഷിദ്ധമായ നിലവിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഇൻഷുറൻസുകളൊക്കെ ഹറാമായ ബിസിനസ്സുകളാണ്. അതിൽ പങ്കെടുക്കലും അത് വാങ്ങലും ഉപയോഗിക്കലും ഒക്കെ ഇസ്ലാം ശരീഅത്തനുസരിച്ച് അനുവദനീയമല്ല. ഇത് വിശദമായി പഠിക്കണമെങ്കിൽ നമ്മുടെ കോടംപോയ ബാവോസ്താദ് എഴുതിയ ബാങ്കിങ്ങും ഇൻഷുറൻസും എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഉണ്ട്. വളരെ വിലപ്പെട്ട ഇൽമുകൾ അതിലുണ്ട്. അത് വാങ്ങി ഒരു വട്ടം വായിച്ചാൽ ഒരുവിധം സംശയങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടത് മാറും എന്ന് ഉണർത്തുന്നു. പിന്നെന്താ നിയ്യത്ത് എന്താ ചെയ്യേണ്ടത്? നിയ്യത്ത് എന്താ സാധാരണ എന്താ ചെയ്യേണ്ടത്? അത് തന്നെ ചെയ്യണം. അല്ലാത്ത ഇതിന്റെ ബാക്കിയല്ല കേട്ടോ, നേരത്തെ ചോദിച്ചതിന്റെ ബാക്കി. ഒരാളിങ്ങനെ അവിടെ വേണ്ടി നിയ്യത്ത് എന്താ ചെയ്യേണ്ടത്? നിയ്യത്ത് എന്താ ചെയ്യല്? സുബൈന്റെ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് സുബൈന്റെ ശേഷമുള്ള സുന്നത്താണെങ്കിൽ നിസ്കരിക്കുകയാണെങ്കിൽ, ഹസന്റെ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് ചെയ്യാം. പിന്നെന്താ അവിടെ പ്രത്യേകിച്ച്? അതാ അതിനെ കഥാവൂല എന്ന് പറഞ്ഞില്ല ചങ്ങാതിമാരെ. ഈ മലയാളം മനസ്സിലാകാത്ത കുറെ ഈ മന്ദബുദ്ധികളും ഉണ്ട് കൂട്ടത്തിലാണോ? അതുപോലെ അസറിന്റെ മുമ്പുള്ള സുന്നത്തുസ്കാരം അങ്ങനെയാണോ നിങ്ങൾ നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കില്ല? അത് തന്നെയാണ് ശേഷം നിസ്കരിക്കുക. കാരണം അതിന് ശേഷം സുന്നത്തില്ലാത്തതാണ്. അതുകൊണ്ട് അസറിന്റെ സുന്നത്തുസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന്, സുബൈന്റെ സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് അല്ല. എന്താ നിയ്യത്ത് ചെയ്യുന്നത്? അതിന് അവിടെ ആയിട്ട് എന്താ ഒരു പ്രത്യേക നിയ്യത്ത്? ഞാൻ മുദ്ദ കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോ ഒരു നോയമ്പിനുള്ള മുദ്ദ കൊടുക്കണമെന്ന് വെച്ചാൽ അത് ധാന്യമായിട്ടോ അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അളവ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ധാന്യമായിട്ടാണ് കൊടുക്കേണ്ടത്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ആവുന്നു. അരി നമ്മുടെ നാട്ടിലാണെങ്കിൽ അരി തന്നെ കൊടുക്കണം. അറബി നാടുകളിലൊക്കെ ആണെങ്കിൽ അരിയോ ഗോതമ്പോ ആവാം. അങ്ങനെ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ
ധാന്യമായിട്ട് കൊടുക്കണം. ഒരു ദിവസത്തിന് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ലിറ്റർ കണക്കിന് 800 മില്ലി ലിറ്ററാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഈ തസ്ബീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട് ഉസ്താദെ? മുമ്പൊന്നും കേട്ടില്ല, ഇപ്പോ കാണുന്ന പറഞ്ഞു. പിന്നെ ഒരു മോതിരിടുമ്പോ ഒന്ന് വെള്ളിന്റെ മോതിരിടാം, ബാക്കി സാധാരണ കടയിൽ കിട്ടുന്ന മോതിരകൾ കുറെ ഇങ്ങനെ ഇടാം, അത് പറ്റുമോ എന്നുള്ളത് ഉസ്താദെ? അസ്സലാമു അലൈക്കും. ഒരു വെള്ളിന്റെ മോതിരം സുന്നത്ത്, അതിന്റെ പുറമെ വേറെ വെള്ളി മുന്നൊന്നല്ലാത്ത കുറെ മോതിരം പിച്ചളയോ ചെമ്പോ ഇരുമ്പോ ഒക്കെ ഉപയോഗിക്കുന്നത് ഹറാമില്ല, പക്ഷെ അത് നല്ലതല്ല, കറാത്താണ്. മനസ്സിലായില്ലേ? മറ്റേ അതിന്റെ മുമ്പിന്റെ ചോദിച്ചിന് 2 ചോദ്യം ചോദിച്ചാണല്ലോ. മറ്റേ രണ്ടും ആവാം. തസ്ബീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക സുന്നത്തില്ല. സാധാരണഗതിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ ജായിസാവും. എന്നാൽ അറിയാത്തവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒറ്റക്ക് നിസ്കരിച്ചാൽ ഉന്മേഷം കിട്ടൂല, ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഉത്സാഹവും ഉന്മേഷവും കിട്ടും എന്നതുകൊണ്ടോ ആണെങ്കിൽ സുന്നത്തുമാണ്. ഇന്നലെ പറഞ്ഞത് ആയിക്കോട്ടെ, ഇന്നലെ കേൾക്കാത്ത ആളായിരിക്കും. ഇപ്പൊ ഈ വരുന്നോലൊക്കെ ഇപ്പൊ ഇന്നലെ ഉള്ളോല് ആയിക്കോളണമെന്നില്ലല്ലോ ഒന്നുള്ളൂ വരുന്നത്. ഓക്കെ, അസ്സലാമലൈക്കും. നമ്മുടെ നാട്ടിലിപ്പോ ഒരു സമൂഹ നോമ്പ് തുറണ്ട് സ്ഥാനം. അത് നാട്ടിൽ പള്ളിയേറ്റവും ബന്ധമില്ലാത്ത കണ്ടവൻ നാട്ടിൽ അലിഞ്ഞിരുന്ന് നടക്കുന്ന കുട്ടികളാണ് പൈസ പിരിച്ചുകാണ്ട് അവര് നാട്ടിൽ പള്ളിത്തൊടിയിൽ വെച്ചിട്ട് സമൂഹ നോമ്പ് തുറ നടത്തുന്നുണ്ട്. അതിൽ പള്ളിയിൽ വന്നിട്ട് എല്ലാരോടും പറയാൻ എല്ലാരും വരണമെന്നാണ് പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ക്ഷണിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളായിരുന്നു? പങ്കെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അസ്സലാമലൈക്കും. ഞങ്ങളെ നാട്ടിലൊന്നും അങ്ങനെ, ഞങ്ങളെ നാട്ടിലൊക്കെ പള്ളിയിൽ വെച്ച് നോമ്പ് പറയാറുണ്ട്. സമൂഹ നോമ്പ് പറയാ പള്ളിയിൽ വെച്ച്. പക്ഷേ അത് കുഞ്ഞിത്തുറയാണ്, മനസ്സിലായത്? വലിയ തുറല്ല. എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളെ നാട്ടില് ഒരു സ്വഭാവമുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാൻ എവിടെയെങ്കിലും ഒരു കുട്ടികളുണ്ടാവും, എല്ലാവരും നോമ്പ് തുറക്കാൻ പള്ളിക്ക് പെരേ പോവും. എന്നിട്ട് പള്ളിക്കൽ ജമാഅത്ത് ഇറക്കൽ എപ്പോഴാന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോരുത്തരും വരുമ്പോ അങ്ങനെ രണ്ടാളും ഒന്നാളും ഒരാളും രണ്ടാളും ആയിട്ട് അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു ജമാഅത്ത് തന്നെ ഉണ്ടാവില്ല. അത് വരരുത് എന്നുള്ള നിലക്ക് എല്ലാവരും പുരുഷന്മാരായിട്ടുള്ളവരൊക്കെ നോമ്പറക്കാൻ പള്ളിയിൽ വരണം എന്ന് നിർദ്ദേശിക്കുകയും അത് ഓരോരുത്തരും ഓരോ ദിവസവും നോമ്പ് ഏറ്റെടുക്കുകയും ചെയ്ത് അത് നടത്തിപ്പിന് വേണ്ടി ചെറുപ്പക്കാരായ കുറെ കുട്ടികളെ ഏൽപ്പിച്ച് അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി സംഗതികൾ നടന്നു പോരുന്നുണ്ട്. ഇപ്പോ ആളുകളൊക്കെ ചെറുപ്പം അത് ശീലമായി മാറി. ആളുകളൊക്കെ നോമ്പുറക്കാൻ പുരുഷന്മാരൊക്കെ പള്ളിയിൽ വരും. അപ്പൊ അവർക്ക് അതിന് വേണ്ട ഒരു ചെറിയ ലഘുവായൊരു നോമ്പ് തുറ, എന്തെങ്കിലും ചായ പായസോ തരിക്കഞ്ഞോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കുടിക്കാനും ഉണ്ടാവും. കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പൊരി സാധനങ്ങളും ഒക്കെ, ഒരു ലഘു നോമ്പ് തുറ. എന്നിട്ട് പള്ളിക്കൽ ഔദ്യോഗികമായി ജമാഅത്തായി മഗ്‌രിബ് നിസ്കരിച്ചു. ആ സമയം കൊണ്ട് വീട്ടിലുള്ള സ്ത്രീകൾക്ക് അവർക്കും ജമാഅത്തായി നിസ്കരിക്കാം, അല്ല സമയത്തിന് മഗ്‌രിബ് നിസ്കരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയിട്ടാണ് പിന്നെ നോമ്പ് തുറന്റെ ഭക്ഷണം കഴിക്കലൊക്കെ. ഇതാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അതല്ലാതെ പള്ളിപ്പറമ്പിൽ കുറച്ച് ചെറുപ്പക്കാർ കുട്ടികൾ കൂടിയിട്ട് സമൂഹം നോമ്പ് തെറ്റൊന്നുമില്ല. കുട്ടികൾ മോശക്കാരാണെന്ന് എഴുതിയിട്ട് നല്ല ജോലി ചെയ്യുകയാണെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെ നല്ല കണക്ക് സോപ്പിട്ട് കാണ്ട് പള്ളികൾക്ക് കൂടി അടുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ടായി പൊയ്ക്കോളി. നിങ്ങൾ അങ്ങനെ പള്ളിപ്പറമ്പിൽ നോമ്പറ ഉണ്ടാക്കിയാണ്ട് പോയാ പോരാ, നോമ്പ് തുറന്ന് മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ട് പിരിയണം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലെങ്കിലും ആ കുട്ടികളെ പള്ളികൾക്ക് ജമാഅത്തിന് കിട്ടുകയാണെങ്കിലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് കേൾക്കുന്നില്ലേ? താഹിർ എന്നാണ് ചില ആൾക്കാർ വരുന്നതാണ്. ഓക്കെ, ചോദ്യം വന്നത് ചോദ്യമാണ്. ഫർള് നിസ്കാരം അത് പഷ്ടരക്കാത്ത മുതൽ തന്നെ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ? നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അത് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിർബന്ധമാണോ? അങ്ങനെ നിസ്കരിക്കാൻ പറ്റിയ ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്റെ ഫേവറേറ്റ് ചോദ്യമാണ്. ഞാൻ എന്റെ ഫിത്ർ സക്കാത്ത് ഇങ്ങനെ റൂമുള്ള ആൾക്ക് തന്നെ കൊടുത്തു, അങ്ങനെ അദ്ദേഹം അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി, ആ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. വിശദീകരിച്ചു തന്നാലും. 2 ചോദ്യങ്ങളായിരുന്നു. ദുആസിത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് പറയാനുള്ളത്, ഇന്ന് എന്റെ ഉപ്പയുടെ അനുജന്റെ ആണ്ടാണ്, 2ാമത്തെ ആണ്ടാണ്. അപ്പൊ എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തുക. ദുആസിത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിടം അല്ലാഹു തആല സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ദർജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ഹബീബിന്റെ ചാരത്ത് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി റബ്ബിന്റെ ലിഖാ കാണാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചോദ്യം 2 പക്ഷേ ഓർമ്മയില്ല. ഞാൻ നിങ്ങൾ എന്നെ എഴുതി പറയേണ്ടി വരും. ഇവിടെ ഫർള് നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആള് നിൽക്കുക തന്നെ വേണം. റുക്കൂഅ് സുജൂദ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ റുക്കൂഅ് ചെയ്യാൻ നിൽക്കും ചെയ്യാം, സുജൂദ് ചെയ്യാൻ പറ്റൂല. എന്നാൽ ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല, നിന്ന് തന്നെ നിസ്കരിക്കണം. നൃത്തത്തിന്റെ സമയത്ത് നിൽക്കുകയും റുക്കൂവിന്റെ സമയത്ത് റുക്കൂഅ് ചെയ്യുകയും ഇത്തിദാലിന്റെ സമയത്ത് ഇത്തിദാൽ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് സുജൂദക്ക് പോകാൻ പറ്റാത്ത കേസാണെങ്കിൽ സുജൂദിന്റെ സമയത്ത് കസാലയിൽ ഇരിക്കാം, എന്നിട്ട് സുജൂദിലേക്ക് ഷർത്ത് ചെയ്താൽ മതി. നിൽക്കാൻ പറ്റുന്ന ഒരാള് ഫർള് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അത് തുടക്കം മുതൽ തന്നെ നിൽക്കണം. പിന്നെ റുക്കൂക്ക് പോകാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഷർത്ത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, സുജൂദക്ക് പോകാൻ കഴിയൂല. എന്നാൽ നിന്ന് റുക്കുവും ഖിയാമും റുക്കുവും കഴിഞ്ഞതിന് ശേഷം സുജൂദക്ക് പോകുമ്പോൾ ഇരിക്കുക, ഇരുന്നിട്ട് സുജൂദിന് ഷർത്ത് ചെയ്യുക. അല്ലാതെ ഇരുന്നു കൊണ്ടുള്ള നിസ്കാരം ഫർദ് നിസ്കാരം ശരിയാവുകയില്ല. ചില ആളുകൾ കാണാൻ നടന്നിങ്ങനെ വരും, ജുമാക്ക് വരെ കാണാം, നടന്നിങ്ങനെ വരും, എന്നിട്ട് പോയിട്ട് ഒരു കസാല എടുത്തു കൊണ്ടുവന്ന് വെച്ച് അതിലടിയിരിക്കും. ഇരുന്നിട്ട് നിസ്കാരമൊക്കെ ഇരുന്നിട്ട് പോകുമ്പോ അയാൾ 2 കൈയും വീത് നടന്നങ്ങനെ പോകും. ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. നൃത്തം ഫർളാണ്. ഫർള് ആവുന്ന നൃത്തത്തിന് കഴിവില്ലാത്തവര് മാത്രമേ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുള്ളൂ. മറ്റേ നിസ്കാരം സഹിയേ അല്ല. പിന്നെന്തെങ്കിലും ഒന്നുകൂടി ഉണ്ടായിരുന്നല്ലോ, നമ്മളെ സിദ്ദീഖ് പുളിക്കലിന്റെ എന്താണ് ഫിത്ർ സക്കാത്ത്. ഒരാളുടെ ഫിത്ർ സക്കാത്ത് തന്റെ റൂമിൽ തന്നെയുള്ള സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുത്തു. അയാൾ അത് വാങ്ങിയതിന് ശേഷം ഭക്ഷണം പാചകം ചെയ്ത് അത് ഈ കൊടുത്ത ആൾക്കും കൂടി കഴിക്കാൻ പറ്റുമോ? അത് പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. എന്ന് നമ്മൾ വിശദമായി പറഞ്ഞതാണല്ലോ വിഷയം. കാരണം സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആൾക്ക് നമ്മൾ കൊടുത്ത് അയാളത് വാങ്ങലോടുകൂടി നമ്മുടെ സക്കാത്ത് വീടുകയും ചെയ്തു, അയാളുടെ ഉടമയാവുകയും ചെയ്തു. അയാളുടെ ഉടമയിലുള്ളതായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് അയാളുടെ തൃപ്തിയോടുകൂടി നമ്മളത് ഭക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. നമ്മളെ സക്കാത്ത് നമ്മൾ ഭക്ഷിക്കാന്നുള്ള കേസും വരൂല. ഇനി അതല്ലെങ്കിൽ തങ്ങന്മാർക്ക് സക്കാത്ത് ഭക്ഷിക്കാൻ പാടില്ലല്ലോ, ആ കേസും വരൂല. കാരണം ഇത് വാങ്ങാൻ അർഹതപ്പെട്ട ആൾ വാങ്ങലോടുകൂടി അയാളുടെ മിൽക്ക് ഉടമയായി. പിന്നെ അയാള് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അത് ഹദിയന്റെ പട്ടികയിലാണ് വരുന്നത്. അപ്പൊ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് പുളിക്കലിന്റെ ഉപ്പ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് അടിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണമായ ശിഫയും ആഫിയത്തും എളുപ്പമാക്കുമാറാകട്ടെ. പെങ്ങളെ കെട്ടിക്കാൻ വളരെ പ്രായമായിട്ട് നിൽക്കുന്നതിന് വലിയ സങ്കടം പറഞ്ഞിരുന്നു. അല്ലാഹു തആല അതൊക്കെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന് സന്തോഷവും റാഹത്തും നൽകുമാറാകട്ടെ. ആ പിതാവിന് അല്ലാഹു തആല എളുപ്പത്തിൽ പൂർണ്ണമായ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം സക്കാത്തിനെ പറ്റിയാണ്. സക്കാത്തിന്റെ നിസാബ് എത്തിയിട്ട് 1 വർഷം കഴിഞ്ഞ പിന്നെ അതിന്റെ സക്കാത്ത് കൊടുക്കണം. പക്ഷെ സക്കാത്തിന്റെ നിസാബ് എത്തിയിട്ട് പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് കുറച്ച് പൈസ അതിലേക്ക് കൂടി. അപ്പോ ആ പൈസയുടെ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അതുപോലെ തന്നെ പിന്നെ ഇപ്പോ റമളാൻ 15-ന് നിസാബ് എത്തിയെങ്കിൽ റമളാൻ മാസക്കണക്കിലാണ് കൂട്ടേണ്ടത്, അല്ല റമളാൻ 15-ന് തന്നെ കണക്ക് കൂട്ടി അങ്ങനെ ഡേറ്റ് കണക്കാക്കി കൊടുക്കണോ? എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഡേറ്റ് കണക്കാക്കി കൊടുക്കണ്ട്, മാസല്ല.
ഉദാഹരണം പറഞ്ഞതുപോലെ റമളാൻ 15-നാണ് നിസാബ് തികഞ്ഞത് നമ്മുടെ ഉടമയിലുള്ള സംഖ്യ. എന്നാൽ അടുത്ത കൊല്ലം റമളാൻ 15-ന് തന്നെ ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. മാസത്തിലല്ല, ദിവസം തന്നെ കൃത്യമായ ഡേറ്റ്, ആ ഡേറ്റ് അടുത്ത കൊല്ലത്തെ ആ മാസം ആ ഡേറ്റ് മടങ്ങി വരുമ്പോൾ അന്നാണ് കൊടുക്കേണ്ടത്. ഒരു സംഖ്യക്ക് നിസാബ് കഴിഞ്ഞു, അത് കൊല്ലം കഴിഞ്ഞു. ഈ സംഖ്യയിൽ പിന്നീട് വന്നു ചേർന്നത് ഈ കൂട്ടത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഓരോ സംഖ്യക്കും അതാതിന്റെ കൊല്ലം കണക്കാക്കിയാണ് കൊടുക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ റമളാനിൽ ഒരാള് 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിൽ നിന്ന് വെച്ചോളി. അപ്പൊ അത് നിസാബിന്റെ സംഖ്യ ഉണ്ടല്ലോ, 50,595 ഗ്രാം വെള്ളിക്ക് ഉള്ള വില എമ്പാടുണ്ട്. അപ്പൊ ഈ 50,000 രൂപ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് റമളാൻ 10-നാണ് നോക്കിക്കോളി. പിന്നെ ദുൽഹജ്ജ് മാസത്തിൽ ഒരു 25,000 വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തു. റബീഉൽ അവ്വൽ മാസത്തിൽ വീണ്ടും ഒരു 25,000 ഡെപ്പോസിറ്റ് ചെയ്തു. പിറ്റേത്തെ കൊല്ലം റമളാൻ 15 വന്നപ്പോ 2 ലക്ഷം രൂപ ഉണ്ട് പവന് ബാങ്കിൽ. പക്ഷെ 1 ലക്ഷം 50,000 ഒരു കൊല്ലം കഴിഞ്ഞത്, അതോടുകൂടി 25,000 ഒരു കൊല്ലം തികയാൻ ഇനി 2.5 മാസം കൂടി ബാക്കിയുണ്ട്, അല്ലെങ്കിൽ 3 മാസം ബാക്കിയുണ്ട്. ബാക്കി 25,000 കൊല്ലം തികയാൻ 6 മാസം ബാക്കിയുണ്ട്. അവിടെ ഇപ്പോൾ ഈ കൊല്ലം തികഞ്ഞ 50,000 റമളാനിൽ കൊടുക്കുക. പിന്നീട് ഹജ്ജ് വരുന്ന സമയത്ത് 25,000 കൊടുക്കുക. റബീഉൽ അവ്വൽ വരുമ്പം ആ 25,000 കൊടുക്കുക. അപ്പോ ഓരോന്നിനും അതാതിന്റെ കൊല്ലമാണ് കണക്ക് കൂട്ടേണ്ടത്. നിസാബിൽ എല്ലാം കൂട്ടുകയും ചെയ്യും. ലൈലത്തുൽ ഖദർ 24 മണിക്കൂർ ഉണ്ടാവോ? കാരണം ഇവിടെ ഇന്ത്യയില് രാത്രിയുടെ ശേഷമാണ് പാകിസ്ഥാന്, അങ്ങനെ സൗദി അറേബ്യക്ക് സമയ വ്യത്യാസമുണ്ട്. അത് വിശദീകരിച്ചാൽ നന്നായിരുന്നു ഉസ്താദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എല്ലായിടത്തും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു രാവാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകുക. ആ രാവ് ഓരോ പ്രദേശത്തുള്ള രാവ് അതാത് പ്രദേശത്തുള്ള ലൈലത്തുൽ ഖദറായി കണക്കാക്കപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ലൈലത്തുൽ ഖദർ ഇന്ത്യയിലെ മഗ്രിബ് മുതൽ ഫജ്ർ സ്വാദിഖ് വരെയാണെങ്കിൽ സൗദി അറേബ്യയിലെ ലൈലത്തുൽ ഖദർ സൗദി അറേബ്യയിലെ മഗ്രിബ് മുതൽ ഫജ്ർ സ്വാദിഖ് വരെയാണ്. എല്ലാ പ്രദേശത്തും ലോകത്ത് മശ്രിഖ് മഗ്രിബിലൊക്കെ ഈ ഒരു രാത്രി മഗ്രിബ് മുതൽ ഫജ്ർ വരെയാണ്. അപ്പം തത്വത്തിൽ 24 മണിക്കൂർ എത്തും അത്. പക്ഷെ നമ്മൾ അങ്ങനെ 24 മണിക്കൂർ ലൈലത്തുൽ ഖദർ എന്നല്ല പറയാ, ഓരോ പ്രദേശത്തും അതാത് പ്രദേശത്തിന്റെ ഒരു രാത്രി. അപ്പൊ മൊത്തത്തിൽ തത്വം എന്ത് വരും? 24 മണിക്കൂർ ഉണ്ട് എന്ന് വരും. പക്ഷെ ഒരു രാത്രി എന്നാ പറയാ, ഒരു സമയം എന്നല്ല. അതാണ് തെറ്റിദ്ധാരണ. അതാ, ഒരു സമയത്തല്ല ലൈലത്തുൽ ഖദർ, ഒരു രാത്രിയിലാണ്. ഒരു സമയം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടുത്തെ രാത്രി 12 മണിയാവുമ്പോ നാട്ടില് 2:30 മണി കഴിഞ്ഞിട്ടുണ്ടാവൂലേ? അതുപോലെ യൂറോപ്പില് വേറെ ഓരോ സ്ഥലത്തും വ്യത്യസ്ത സമയമായിരിക്കും. അതല്ല, സമയമല്ല നോട്ടം, ഒരു രാത്രിയാണ്. ഒരു രാത്രി എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ ഉദാഹരണം വെള്ളിയാഴ്ച രാവാണെങ്കിൽ മശ്രിഖ് മഗ്രിബിലൊക്കെ ആ വെള്ളിയാഴ്ച രാവ് എപ്പോഴാണുള്ളത്? ആ സമയത്തുണ്ടാവും, ഉറൂബ് മുതൽ ഫജ്ർ വരെ. അസ്സലാമു അലൈക്കും. ഉസ്താദ് മൈക്ക് എടുക്കണ കാണില്ല, അതുകൊണ്ട് ഞാൻ അടുത്താണ്. എനിക്ക് സംശയമില്ല, ഞാൻ സൗദി അറേബ്യയിലുള്ളത്. അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ നമുക്ക് നിയ്യത്ത് നിർബന്ധമാണല്ലോ. അപ്പൊ ഇവിടെ എല്ലാവരും പള്ളിയിൽ ഇപ്പൊ പ്രവേശിച്ചു കഴിഞ്ഞാല് സൗദികളൊക്കെ അധികം ഓടിച്ചെന്ന് ഒരു നിയ്യത്തൊന്നും വെക്കാണ്ട് നേരെ ഇമാമിന്റെ ഒപ്പം ഇങ്ങനെ കൈ കെട്ടി തുടരുന്നത് കാണാം. അപ്പോ അതിന്റെ മസല ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ഉസ്താദ്. അത് നമ്മൾ മനസ്സിൽ നിയ്യത്ത് വെച്ചാൽ മതി, അതോ നമ്മൾ നിയ്യത്ത് ഇങ്ങനെ ഇന്ന നിസ്കാരത്തിൽ ഇങ്ങനെ നിസ്കരിക്കുന്ന, ഇല്ലെങ്കിൽ ഇമാമിന്റെ ഒപ്പം നിസ്കരിക്കുന്ന നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെന്നുള്ള മനസ്സിൽ വെച്ചാൽ മതി, അതോ ഇവര് ചെയ്യണനുസരിച്ച് ഞാൻ ചോദിച്ചതാണ്. ഞാൻ എല്ലാ നിസ്കാരത്തിലും നിയ്യത്ത് വെക്കാറുണ്ട്. അപ്പൊ ആ സംശയത്തിലൊന്ന് പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.
എല്ലാ മദ്ഹബിലും നിയ്യത്ത് നിർബന്ധാണ്. നിയ്യത്ത് നിർബന്ധമില്ലാത്ത ഒരു മദ്ഹബുമില്ല. മനസ്സിലായില്ലേ? നിയ്യത്ത് ഷർത്താണോ ഫർളാണോ എന്ന അഭിപ്രായ വ്യത്യാസമുള്ളൂ. നമ്മളെ ഷാഫി മദ്ഹബിലൊക്കെ ഫർളാണ്, ഇവരുടെ ഹംബലി മദ്ഹബ് ഹനഫി മദ്ഹബിലൊക്കെ ഷർത്താണ്. രണ്ടായാലും നിർബന്ധാണ്, കൂടാതെ കഴിയില്ല. പള്ളിക്ക് പോകുമ്പോൾ നിസ്കരിക്കാനാണെന്ന് അറിയല്ലോ എന്ന് പറയുന്നത് അത് വിചാരാണ്. അതിന് നിയ്യത്ത് എന്നറിയില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്തു ബിൽ ഖൽബ് എന്നാ, ഹൃദയം കൊണ്ട് കരുതി ഉറപ്പിക്കുക. അത് നൃത്തത്തിലാവണം. തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നതും നൃത്തത്തിലാവണം. അല്ലാതെ ഇരുന്നാൽ നിസ്കാരം ചെയ്യാവില്ല. ആളുകളിൽ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല. ജനങ്ങൾ വിവരമില്ലാത്തവര് ധാരാളം ഉണ്ടാവും. അവര് വിവരമില്ലാത്തതിന്റെ പേരിൽ ചെല്ലുന്നത് നീളം കുപ്പായുണ്ട്, തലയിൽ കുത്തറച്ചാണ്, അല്ലെങ്കിൽ താടിയുണ്ട് എന്നതുകൊണ്ട് ആളെ ആരും ആയിക്കൊള്ളണം എന്നില്ല. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു പോകണ്ട. നിയ്യത്ത് നിർബന്ധമില്ലാത്ത ഒരു മദ്ഹബും ഇല്ല. ചിലര് ഷർത്താണെന്ന് പറയും, ചിലര് ഫർളാണെന്ന് പറയും. രണ്ടായാലും നൃത്തത്തിലാവണം. തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തും. നിയ്യത്ത് ചെയ്ത് നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം നൃത്തത്തിൽ ചൊല്ലിയെങ്കിലേ നിസ്കാരം സഹിയാവുള്ളൂ. അല്ലാതിരുന്നാൽ നിസ്കാരം സഹിയല്ല. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ സംശയം, ഈ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഖുശൂ നഷ്ടപ്പെടുന്നുണ്ടല്ലോ. ചില നിസ്കരിച്ചിട്ട് നിസ്കരിക്കുന്ന കയ്യെട്ടുമ്പോൾ പിന്നെ സലാം വീട്ടിയാൽ മാത്രമുള്ള ഓർമ്മ ഉണ്ടാകുക. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നിസ്കാരം ശരിയാകുമോ? ഒന്നത് അതിനോടനുബന്ധിച്ച് തന്നെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ചുമ്മല് വരല്ലോ, തുമ്മല്. പെട്ടെന്ന് ചുമ്മിയോട് അൽഹംദുലില്ലാ എന്ന കൗലിയായ നമ്മളെ വാക്ക് തമ്മിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവോ എന്നാണ് എന്റെ ലക്ഷ്യം. ഞാൻ മൈക്കോളാം. അസ്സലാമു അലൈക്കും. നിയ്യത്തിന്റെ സമയത്ത് ഖുശൂ ഉണ്ടാകൽ നിർബന്ധാണ്. അതായത് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യൽ തന്നെ ഖുശൂ ആണല്ലോ. ബാക്കിയുള്ള സമയത്ത് സുന്നത്തേ ഉള്ളൂ എന്നാണ് ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിന്റെ ഉലമാവൊക്കെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരെ സംബന്ധിച്ച് നിസ്കാരത്തിൽ മുഴുവനായി ഖുശൂ വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അസാധ്യമാകാൻ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം ഫിഖ്ഹിന്റെ ഉലമാക്കൾ ബാക്കിയുള്ള സമയത്ത് സുന്നത്തുള്ളൂ എന്ന് പറയാൻ കാരണം. നിയ്യത്തിന്റെ സമയത്ത് വേണം. അതാണ് നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിൽ നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഖുശൂ ഉണ്ടാവുകയും വേണം. ബാക്കിയുള്ളത് ഉണ്ടായാൽ അത്രയും നല്ലതാവുന്നു. പിന്നെ അതിന്റെ ശേഷം എന്താ പറഞ്ഞത്? നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തുമ്മിപ്പോയി. തുമ്മി ഉടനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന്? ഒരു കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അത് ദിക്റാണ്. പക്ഷെ ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിലാണെങ്കിൽ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും, മടക്കി ഓതേണ്ടി വരും. വേറെ പ്രശ്നമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ തുമ്മല് വന്നത് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ്. തുമ്മിയാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഫാത്തിഹയുമായി ബന്ധമില്ലാത്ത ഒരു ദിക്ർ ഫാത്തിഹയുടെ ഇടയിൽ വന്നതുകൊണ്ട് ഫാത്തിഹയുടെ തുടർച്ച മുറിയും. അപ്പൊ രണ്ടാമത് തലക്കുന്ന് ഫാത്തിഹ മടക്കി ഓതണം. വേറെ കുഴപ്പമൊന്നുമില്ല. ഫാത്തിഹ അല്ലാത്ത മറ്റു സ്ഥലങ്ങളിലാണെങ്കിലോ അവിടെ ഒരു പ്രശ്നമില്ല. റുക്കൂയിലോ സുജൂദിലോ അത്തഹിയ്യാത്തിന്റെ ഇരുത്തത്തിലോ ഒക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്? ഒരു ദിക്റാണ്. ദിക്ർ ചെല്ലുന്നതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. പടപ്പുകളുമായിട്ട് അഭിമുഖം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണം, അൽഹംദുലില്ലാ പറഞ്ഞ് കേൾക്കുമ്പോൾ വേറെ ആൾ യർഹമുക്കല്ലാഹ് അത് പറയാൻ പാടില്ല. യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? പടപ്പുകളോട് സംബോധന ഉള്ളതുകൊണ്ട്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള ദിക്റാണ്. അതുകൊണ്ട് നിസ്കാരത്തിന് തകരാറുമില്ല. പക്ഷെ ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിലാണെങ്കിൽ ഫാത്തിഹന്റെ മുവാലാത്ത് മുറിയും. രണ്ടാമത് മടക്കി ഫാത്തിഹ ഓതേണ്ടി വരും. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഈ ചില പള്ളികളിൽ പള്ളി കമ്മിറ്റികൾ ഈ നോമ്പ് തുറക്കാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഞാൻ വേറെ ഐഡിയിലായിരുന്നു, മിറാക്കിൾ ഐഡിയിലുണ്ടായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് ഡോട്ട് വീണതാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ചോദ്യം, നിസ്കരിക്കുമ്പോൾ ഇമാമും മഅ്മൂമും നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഇമാമ് ഖുർആൻ ഓതിയപ്പോ തെറ്റിപ്പോയി. ഇമാമ് സക്കത്തായപ്പോ മഅ്മൂം അതിന് ഓതിക്കൊടുത്തപ്പം ആ ആയത്തല്ല ഓതി, ആയത്തിനോട് വേറെ യോജിക്കാത്തൊരു ലഫ്സും കൂടെ വന്നു.
അതുകൊണ്ട് വല്ല ഇതുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ആയത്ത് ഓതി വല്ലുഹ വല്ലൈലിദാ സജ ഒരാളെ മാറി വേറെ ആയത്ത് വന്നു, അങ്ങനെ വന്നാൽ ഇതുണ്ടോ വല്ലതും ഉണ്ടോ എന്നാണ് ചോദ്യം. ഖുർആൻ പെട്ട ലഫ്ള് തന്നെയാണ്. ഇന്ന് സംശയം ഇവിടെ വന്നിരുന്നു. ഇപ്പൊ ദുആസിയത്തോടെ മൈക്ക് റൈസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇന്ന് മൈക്ക് ചാടുകയല്ല, മിറാക്കിൾ എന്ന ഐഡി എന്റെ തന്നെ ആയിരുന്നു. ഐഡി ഡോട്ട് വേണപ്പോ ഞാൻ എന്റെ ഐഡി കയറിയതാണ്. ഓക്കെ, എല്ലാവരും ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇമാമിന് ഓത്ത് പിഴച്ചു അല്ലെങ്കിൽ ഓത്ത് കിട്ടാതെ വന്നപ്പോ സുക്കൂത്ത ഇമാമ് അടങ്ങി. അതിന്റെ ശേഷം മൗമൂമ് ഉണർത്തി കൊടുക്കൽ സുന്നത്താണ്. ഉണർത്താൻ വേണ്ടിയിട്ട് ഓതിയ ഖുർആൻ ഈ സ്ഥലത്ത് ഓതേണ്ടതല്ലാത്ത വേറൊരു ഭാഗമാണ് വന്നുപോയത് എങ്കിൽ അവിടെ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, ബാത്തിലാവൂല. കാരണം ഖുർആനാണല്ലോ ഓതിയത് എന്നതുകൊണ്ട്. ഇവിടെ സുന്നത്തായ സമയമാണ്, ഇമാമ സുക്കൂത്തായ സമയത്താണ് ഇമാമിനെ ഉണർത്തി കൊടുക്കേണ്ടത്. ആ സമയത്ത് തന്നെയാണ് അപ്പൊ അയാൾ സുന്നത്തായ കാര്യമാണ് ചെയ്തത്. പക്ഷെ പിഴച്ച് ഈ സ്ഥാനത്തുള്ളതല്ലാത്ത വേറൊരു ആയത്തായിപ്പോയി എന്നതുകൊണ്ട് ഖുർആൻ ആയത്തായതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുമൊന്നുമില്ല. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ഒരു സംശയം ഇതിൽ കൂടെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. എനിക്കുള്ള ഒരു സംശയം തന്നെയാണ് ഇപ്പൊ മറുപടി പറഞ്ഞത്. അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പൊ അതിലൊന്ന് ചോദിക്കാലോ. ഞങ്ങളുടെ 4 പേരുടെ അധീനതയിലുള്ള ഒരു വസ്തു വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 5000 രൂപയാണ് അതിന്റെ പ്രതിമാസ വാടക. ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന് വാടക ഇതിന് സക്കാത്ത് അത് എങ്ങനെയാണ് അതിന്റെ ഇത് വരിക? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് ഉസ്താദുമാർക്ക് എല്ലാവർക്കും നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും നല്ല നാഫിയ ഇൽമ അള്ളാഹു പ്രദാനം ചെയ്തു തരുമാറാട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വാടകയ്ക്ക് സക്കാത്തില്ല. വാടക കിട്ടുന്ന കാശ് സ്റ്റോക്ക് ചെയ്യുകയും ആ സ്റ്റോക്ക് സംഖ്യ സക്കാത്ത് നിർബന്ധമാവുന്ന തുക എത്തുകയും ചെയ്തതിനു ശേഷം ഒരു കൊല്ലം നിലവിൽ നിന്നെങ്കിൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. വരുമാനമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 5000 വീതം മാസത്തിൽ വാടക കിട്ടുന്നുണ്ട്. ഒരു കൊല്ലത്തിൽ കൂട്ടുമ്പോ 60,000 വരുമല്ലോ. ഇപ്പൊ ഈ 60,000 ഉണ്ടാവുമ്പോ സക്കാത്തിന് നിസാബ് തികയുമല്ലോ എന്ന് വെച്ച് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. മറിച്ച് ഈ കിട്ടുന്ന കാശ് സ്റ്റോക്ക് വരികയും സ്റ്റോക്ക് ഒരു നിസാബ് കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം നമ്മുടെ ഉടമയിൽ നിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഓരോ മാസം വരുന്നു, അത് ഓരോ കാര്യത്തിന് നമ്മൾ ഉപയോഗിച്ചു പോകുന്നു. അങ്ങനെ എത്ര ലക്ഷം വന്നാലും അതിന് സക്കാത്തില്ല. സ്റ്റോക്ക് വന്നെങ്കിൽ സ്റ്റോക്ക് വന്നതിന് ശേഷം കൊല്ലം കഴിഞ്ഞെങ്കിലേ സക്കാത്ത് വേണ്ടതുള്ളൂ. സാറേ, ഞാൻ ചാടിയതല്ല. ഞാൻ ചോദ്യം ചോദിച്ചുണ്ടാകുമ്പോ ഒരാളൊന്ന് ഇടയിൽ എടുത്തു തന്നു. സാർ, ഈ പള്ളി കമ്മിറ്റികളിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പണം എടുത്തിട്ട് കുറച്ചും പണം നോമ്പ് തുറപ്പിക്കും, ബാക്കി പണം പള്ളിയിലേക്ക് എടുക്കും. ഇത് ശരിയാവുമോ ഉസ്താദെ? പിന്നൊരു വിഷയം, ഉസ്താദിന്റെ അവർക്ക് പുറക്കാർ ചോറിന് വേണ്ടി പൈസ കൊടുത്താൽ അതിനോ അവരെടുക്കും. അതെന്താണ് ഒന്ന് പറഞ്ഞാൽ. നോമ്പ് തുറക്ക് എന്ന പേരിൽ പണം ശേഖരിച്ച് അതിന്റെ ഒരു വിഹിതം കൊണ്ട് നോമ്പ് തുറപ്പിക്കുകയും മറ്റൊരു വിഹിതം പള്ളിയുടെ പൊതുമസ്ലഹത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു ചില കമ്മിറ്റിക്കാർ. അങ്ങനെ പറ്റുമോന്നാണ്. നോമ്പ് തുറപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നോമ്പ് തുറപ്പിക്കാൻ എന്ന മാത്രം ഉദ്ദേശത്തിൽ പിരിച്ചതാണ് എങ്കിൽ അത് നോമ്പ് തുറയുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണം. അതല്ല, നോമ്പ് തുറക്ക് എന്ന് പറഞ്ഞ് സംഭാവന സ്വീകരിച്ചെങ്കിലും നോമ്പ് തുറ നടക്കുന്നുണ്ട്, മിച്ചം വരുന്നത് പള്ളി കമ്മിറ്റിയുടെ പൊതുമസ്ലഹത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ എന്ന നിലക്ക് നാട്ടിൽ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിന് കുഴപ്പമില്ല. പിന്നെ എങ്ങനെ ഉസ്താദിന് ഭക്ഷണത്തിന് എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നത് എന്താക്കുന്നത്? അത് കമ്മിറ്റിക്കാരെടുക്കാനാ? അപ്പൊ ഉസ്താദിന് ഭക്ഷണം ആരോടെയും കിട്ടുണ്ടേക്കോ? ഭക്ഷണത്തിന് എന്ന പേരിൽ സൂക്ഷ്മത എപ്പോഴും നല്ലതാ. അതേസമയത്ത് നാട്ടിലെ ഉറഫ് അനുസരിച്ച് ചെയ്യാവുന്നതുമാണ്. സൂക്ഷ്മത ഒരു കാര്യത്തിന് വേണ്ടി
വാങ്ങിയത് ആ ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്തത് ആ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കലാണ് സൂക്ഷ്മത. എന്നാൽ ആ ആവശ്യങ്ങൾ നടക്കുകയും അതിനുശേഷം മിച്ചം വരികയും ചെയ്യുന്നത് നാട്ടിലെ ഏറ്റവും മസ്ലഹത്തുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞേക്ക് നോമ്പ് തുറക്കുന്ന പണം ശേഖരിക്കുന്നു, അത് മാന്യമായ നിലക്ക് നോമ്പ് തുറ നടത്തുകയും ചെയ്യുന്നു. എന്നിട്ട് ബാക്കി മിച്ചം വന്ന കാശ് നാട്ടില് ഉറഫ് എങ്ങനെയാണോ നടപ്പ് അതനുസരിച്ച് ചെയ്യാം. അസ്സലാമു അലൈക്കും. നേരത്തെ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു, അതിനെ പറ്റിയൊരു സംശയം ചോദിക്കണം ഉസ്താദേ. എന്നെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ വണ്ടിന്റെ ഇൻഷുറൻസ് ഉണ്ട് ഉസ്താദേ. അപ്പൊ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളിപ്പോ ഇൻഷുറൻസ് വാങ്ങുന്നുണ്ടല്ലോ, അപ്പൊ ആ ഇൻഷുറൻസ് നമ്മൾ നിർബന്ധിതനാവുകയാണ്. അപ്പൊ അതിലെന്തെങ്കിലും തെറ്റുണ്ടോന്നുള്ള അറിയാൻ വേണ്ടത്. അസ്സലാമു അലൈക്കും. ഇന്ന് വാങ്ങാൻ നമ്മളൊക്കെ കിട്ടിയാൽ വാങ്ങാൻ മാന്യന്മാർ തന്നെയാണ് എല്ലാരും. കിട്ടുന്നത് പോലത്തെ നമുക്ക് ബാക്കിയുള്ള പിന്നല്ലേ ശരി. പക്ഷെ ഇന്ന് ഇൻഷുർ ചെയ്യാൻ നിർബന്ധിതരാകാണ്, അത് ഒരു സത്യമാണ്. കാരണം ഏത് രാജ്യത്താണെങ്കിലും, നമ്മളെ നാട്ടിൽ മാത്രമല്ല ഏത് രാജ്യത്താണെങ്കിലും ഒരു വണ്ടി വാങ്ങി വണ്ടി റോട്ടിലിറക്കണമെങ്കിൽ ഇൻഷുർ ചെയ്യണം എന്ന് നിർബന്ധിക്കുകയാണ്. മുമ്പൊന്നും ഇവിടെ സൗദി അറേബ്യയിലൊന്നും അതില്ല, ഇപ്പോ ഇവിടെയും അത് നിർബന്ധമാണ്. തേർഡ് പാർട്ടി അല്ലാതെ ഫുൾ കവറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് പല നിലക്കുള്ള അത് നിർബന്ധമാണ്. ഇൻഷുറൻസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പിന്നെ അല്ലാതെ പുറത്തിറക്കാൻ തന്നെ കഴിയൂല. അങ്ങനെ നിർബന്ധിതമായിട്ട് കൂടി, എന്നാലും അതിന് കഴിയുന്നത്ര വിട്ടു നിൽക്കുന്നത് തന്നെയാണ് ഹൈറ്, നല്ലതല്ലാതെ. മനസ്സിലായില്ലേ? അത് അതിന്റെ ശരിക്കുള്ള അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതൊരു തരം വലിയൊരു മാഫിയയാണ്. ജനങ്ങളുടെ കോടികൾ പിരിച്ച് അതുകൊണ്ട് കടുത്ത ഹറാമായ കാര്യങ്ങൾ ചെയ്യിക്കുക, നിർബന്ധിതരാക്കുക. ചെറിയൊരു ഭാഗമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റോ അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ കിട്ടുന്നുണ്ട്. എന്നാൽ ബഹു കോടികൾ കൊണ്ട് തിരിമറി നടത്തി പലിശ ബിസിനസ്സും മറ്റും നടത്തി മൂട്ട പോലെ തടിച്ചു കൊഴുക്കുകയാണ്. അതുകൊണ്ട് നല്ലതല്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വാഹനം ഇൻഷുർ ചെയ്യാതെ വണ്ടി ഓട്ടാൻ അനുവദിക്കാത്ത അവസ്ഥയായതുകൊണ്ട് എന്തു ചെയ്യുമെന്നറിയില്ല. ഏതായാലും കഴിയുന്നത്ര കുറക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഇവിടെ 100 ആൾക്കാർ കൂടിയിട്ടൊരു ഫണ്ട് ഉണ്ട്. ഞങ്ങൾ 100 റുപ്യ എങ്ങനെ വെക്കും. ആ 100 റുപ്യന്ന് ഞങ്ങൾ മാസം ചിലവിൽ കുറച്ച് പൈസ കൂടുതൽ എടുക്കും. അങ്ങനെ ഞാൻ 20,000 ദിർഹംസ് എടുത്തു, നാട്ടില് സ്ഥലം വാങ്ങി. ഞാൻ അത് മാസം ഇവിടെ അടച്ച് തീർത്തു. ഇതിന് പലിശ ഒന്നും വേണ്ട. നമ്മൾ ആൾക്കാർ തമ്മിൽ ഇതായിട്ട് നടക്കുകയാണ്. 2 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആ സ്ഥലം വിറ്റിട്ട് വേറെ സ്ഥലം വാങ്ങി. അങ്ങനെ ആ സ്ഥലത്തിന് ആദ്യം വാങ്ങിയതിന് 3 ലക്ഷത്തിന് ഇപ്പൊ ഞാൻ വാങ്ങിയത് 7 ലക്ഷം റുപ്യാണ്. ഇപ്പൊ അതും വിറ്റിട്ട് ഞാൻ വേറെ സ്ഥലം വാങ്ങി. അപ്പൊ അങ്ങനെ 3-4 കൊല്ലായി. അപ്പൊ ഇതിന്റെ സക്കാത്ത് ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കച്ചവട ആവശ്യാർത്ഥം നമ്മളൊരു ഭൂമി വില കൊടുത്ത് വാങ്ങിയാൽ ആ വാങ്ങിയിടം മുതൽ 1 കൊല്ലം തികയുന്ന സമയത്ത് ആ ഭൂമിയുടെ വില കിട്ടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങി അന്ന് എത്ര ഉറപ്പ് കൊടുത്ത് വാങ്ങി എന്നല്ല നോക്കുക, ഇപ്പോൾ അത് എന്ത് വിലക്ക് വാങ്ങാൻ പറ്റും എന്ന് നോക്കിയിട്ട് അത്രയും തുകക്കുള്ള 2.5% സക്കാത്ത് കൊടുക്കണം. അത് വിറ്റ് കാശ് വന്ന് വീണ്ടും ആ കാശ് കൊണ്ട് വീണ്ടും ഭൂമി വാങ്ങി, എന്നിട്ട് അത് വിറ്റ് ആ കാശ് കൊണ്ട് വീണ്ടും ഭൂമി വാങ്ങി, ഇങ്ങനെ റൗണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കച്ചവടം തന്നെയാണത്. ഭൂമിയാണെങ്കിലും കച്ചവടമാണ്, പൈസ കച്ചവടത്തിന്റെ പൈസയാണ്. അതുകൊണ്ട് ഓരോ കൊല്ലവും ഭൂമിയായിട്ടാണെങ്കിൽ ഭൂമിന്റെ വില കണക്കാക്കിയിട്ട് അതിന്റെ 2.5% കൊടുക്കണം. പൈസ ഉള്ള സമയത്താണ് കൊല്ലം കഴിഞ്ഞെങ്കിൽ പൈസയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. കാരണം ഇത് കച്ചവടത്തിൽ റൗണ്ടായിക്കൊണ്ടിരിക്കുന്ന പൈസയും കച്ചവടച്ചരക്കാവുന്ന ഭൂമിയും ആയതുകൊണ്ട്
ഓരോ കൊല്ലവും അതിന് കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. പൈസയാണ് ഈ സമയത്ത് കൊല്ലം തരുന്ന സമയത്തുള്ളതെങ്കിൽ പൈസന്റെ കൊടുക്കുക, ഭൂമിയാണെന്നെങ്കിൽ ഭൂമിക്ക് വില കെട്ടിയിട്ട് അതിന്റെ 2% കൊടുക്കുക. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ ഞാൻ എന്റെ ഓഫീസിന്റെ അടുത്തുള്ള പള്ളിയിൽ മാഷാഅല്ലാഹ് ഇമാമ് വലിയ സൂറത്തുകളൊക്കെയാണ് ഓതാറ്. അതന്നെയല്ല ഫാത്തിഹയൊക്കെ വളരെ സമയമെടുത്ത് നന്നായിട്ട് തന്നെയാണ് ഓതാറ്. അപ്പൊ ഈ ലോഹർ അസർ സമയങ്ങളിൽ ഇപ്പൊ എനിക്കറിയാവുന്ന വെച്ചിട്ട് ചെറിയ സൂറത്തൊക്കെ ഓതി കഴിഞ്ഞാലും സമയം ഉണ്ടാവാറുണ്ട്. ഫാത്തിഹയും ചെറിയ സൂറത്തും കഴിഞ്ഞാലും ഇമാമ ഓതി തീർന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ വേറൊരു സ്ഥാനത്തിന്റെ അടുത്ത് ഇവിടെ തന്നെ ചോദിച്ചപ്പോ ആ ഉസ്താദ് പറഞ്ഞത് എനിക്ക് അതിനുശേഷം എനിക്കറിയാവുന്ന വേറെ സൂറത്തുകൾ ഓതാ വെറുതെ നിൽക്കുന്നതിന് പകരം എന്നാ പറഞ്ഞത്. അപ്പൊ എന്റെ ചോദ്യം എന്താണ്, തത്തഹിയാത്തിലും ഇതുപോലെ തന്നെ വരാറുണ്ട്. അതായത് നമ്മ മസീദ് ദജ്ജാൽ വരെ മോദി കഴിഞ്ഞാലും ചിലപ്പോ ഒരു 1.5 മിനിറ്റോളമൊക്കെ സമയം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിൽ എന്തെങ്കിലും പ്രാർത്ഥന ചെയ്യാമോ, അത് ദിക്കറുകൾ എന്തെങ്കിലും ചെയ്യാമോ, അത് ഒന്നും സംസാരിക്കാതെ ചിന്തിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്ന് ഉസ്താദ് പറഞ്ഞു തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മഅ്മൂമിന്റെ ഓത്ത് കഴിഞ്ഞിട്ട് ഇമാമിന്റെ ഓത്ത് കഴിഞ്ഞെന്നില്ലെങ്കിൽ അവിടെ മറ്റു സൂറത്തുകൾ വീണ്ടും ഓതൽ സുന്നത്തുണ്ട്. അതല്ലെങ്കിൽ അവിടെ ദിക്റോ ദുആകളോ ചെയ്യുകയും ആവാം. പക്ഷേ നൃത്തത്തിൽ ഓതലാണ് ഏറ്റവും സുന്നത്തായ കാര്യം എന്നതുകൊണ്ട് സൂറത്തുകൾ തന്നെ വേറെ അറിയുന്ന സൂറത്തുകൾ ഓതിക്കൊണ്ടിരിക്കലാണ് സുന്നത്ത്. ഇനി അല്ലെങ്കിൽ ഒരാൾ ദുആ ചെയ്യാണ്, അറബിയിലുള്ള ദുആ ചെയ്യാണ്, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുകയാണ്, അതിനും കുഴപ്പമില്ല. പക്ഷെ നൃത്തത്തിൽ ഖുർആൻ ഓതലാണ് നല്ലത്. വെറുതെ നിൽക്കൽ ഏതായാലും നല്ലതല്ല. കാരണം ഇമാമിന്റെ ഒത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ട് നിൽക്കുക. ദൂറിനുള്ള സമയം ഇമാമിന്റെ ഒത്ത് കേൾക്കൂലല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് ഇമാം റുക്കൂ പോയിട്ടില്ലെങ്കിൽ വീണ്ടും സൂറത്ത് ഓതുക, വീണ്ടും സൂറത്ത് ഓതുക. ഇനി വേറെ സൂറത്തൊന്നും കിട്ടൂല്ലെങ്കിൽ കിട്ടുന്ന സൂറത്ത് തന്നെ മടക്കി ഓതുക. അത് സുന്നത്താണ്. അത്തയ്യാത്തിന്റെ ഇരുത്തം നമ്മുടെ അത്തയ്യാത്ത് മസ്ജിദ് ദജ്ജാൽ എത്തിയിട്ടും ഇമാമിന്റെ അത് പൂർത്തിയായിട്ടില്ലെങ്കിൽ വീണ്ടും ദുആ ചെയ്യലാണ് അവിടെ സുന്നത്ത്. ഹൈറായ ദുന്യാവിന്റെയോ ആഖിറത്തിന്റെയോ ഒക്കെ കാര്യത്തിൽ ദുആ ചെയ്യാൻ വെറുതെ ഇരിക്കലല്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, എന്റെ ചോദ്യം വെച്ചാല് നമ്മള് നെയ്യത്ത് വെക്കാതെ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ അതിന്റെ വിധി എന്താ? അതിന് ഉദ്ദേശത്തോടെയാണ് ഞാൻ നോമ്പ് നോൽക്കുക, പക്ഷെ നെയ്യത്ത് വെക്കാൻ 2 തവണ ഞാൻ മറന്നു. അപ്പൊ അതിന്റെ നോമ്പിന്റെ വിധി എന്താവും? പിന്നെ രണ്ടാമത്തെ ചോദ്യം വെച്ചാല് നോമ്പ് നോൽക്കാൻ പ്രായം അത് ഏറ്റവും ആ ദിവസത്തെ നോമ്പ് പിന്നീട് ഖളാ വീട്ടേണ്ടതാണ്. പകല് നോമ്പുകാരനെ പോലെ നിന്നതിന് അള്ളാഹു തആല പ്രതിഫലം തരും. അള്ളാഹു ബഹുമാനിച്ച റമളാനെ ബഹുമാനിച്ചു എന്ന നിലക്ക് അതിന് കൂലി കിട്ടും. പക്ഷെ നോമ്പാവൂല. ആ നെയ്യത്ത് വെക്കാതെ പോയ 2 ദിവസത്തെ നോമ്പ് പിന്നീട് ഖളാ വീട്ടേണ്ടതാണ്. നിയ്യത്ത് നിർബന്ധാണ്. മല്ലൻ യുബയ്യിത്ത് സിയാമ ഫലാ സിയാമ ലഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാത്രി നിയ്യത്ത് കരുതി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അതിന് നോമ്പുണ്ടാവില്ല. അപ്പൊ രാത്രി നിയ്യത്ത് ചെയ്യാൻ വിട്ടുപോയ ദിവസം പിന്നീട് ഖളാ വീട്ടേണ്ടതാണ്. പകൽ സമയത്ത് നോമ്പുകാരനെ പോലെ നിൽക്കുകയും ചെയ്യണം. പിന്നെ 7 വയസ്സ് പൂർത്തിയായി 8ാം വയസ്സിൽ പ്രവേശിക്കുന്നതോടുകൂടി നോമ്പ് നോൽക്കാൻ കൽപ്പിക്കൽ രക്ഷിതാക്കൾക്ക് ഫർളും നോമ്പ് നോൽക്കൽ കുട്ടികൾക്ക് സുന്നത്തുമാണ്. 7 വയസ്സ് പൂർത്തിയായി 8ാം വയസ്സ് കടന്നാൽ തന്നെ നോമ്പ് നോൽക്കാൻ കൽപ്പിക്കൽ രക്ഷിതാക്കൾക്ക് ഫർളാണ്. കുട്ടികളെ സംബന്ധിച്ച് ആരോഗ്യപരമായ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ സുന്നത്തുമാണ്. നോറ്റാ കൂലി കിട്ടും. 10 വയസ്സായാൽ പിന്നെ നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചിട്ട് നോൽക്കുന്നില്ലെങ്കിൽ അടിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. നോൽക്കൽ കുട്ടികൾക്ക് ഫർളാണ്. പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാല് 9 വയസ്സ് മുതൽ ഏത് സമയത്തും മനിയെ പുറപ്പെടുക, സ്ഖലനമുണ്ടാവുക എന്നത് കൊണ്ടിട്ട് പ്രായപൂർത്തി എത്താം. അത് 9 വയസ്സായപ്പം തന്നെ പ്രായപൂർത്തി എത്തിയ അപ്പം തന്നെ ഫർളാവും. ഇല്ല എങ്കിൽ 15 വയസ്സായാൽ അഥവാ 15 വയസ്സ് പൂർത്തിയായാൽ പ്രായപൂർത്തി എത്തി, മനി പുറപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടെ മുതൽ ഫർളാവുകയും ചെയ്യും. അപ്പൊ 7 വയസ്സ് മുതൽ തന്നെ സുന്നത്താവും, പ്രായപൂർത്തിയെത്തലോടുകൂടി ഫർളാവുകയും ചെയ്യും. ഉസ്താദെ, ഒരു സ്വലാത്തുകൾ ഈ മാസത്തെ സ്വലാത്തുനാരിയത്ത് ദ്വാ ചെയ്യാണ്ട് ലാസ്റ്റ്. അപ്പൊ ഉസ്താദ് സമയമായി കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ കൂട്ടത്തില് ഇന്നലെ വന്നൊരു ചോദ്യമാണ് ഉസ്താദ്, ഇന്ന് കുറെ ചോദിക്കാൻ നിൽക്കുന്ന സമയം കിട്ടിയില്ല. ഒരു സ്ത്രീ
പിന്നെ ഹൈലു നിഫാസ് ഉള്ള സമയത്ത് നോമ്പ് ഒഴിവായി കഴിഞ്ഞാൽ അത് പിന്തിച്ചു കഴിഞ്ഞാല് പിന്നെ പിറ്റത്തെ വർഷത്തിനുള്ള കളാവ് വീട്ടിൽ ഒഴിവായി കഴിഞ്ഞാല് മുദ്ദ് കൊടുക്കണോ വേണ്ടേ? സ്ത്രീകൾക്ക് ഈ മുല കൂട്ടുന്ന സ്ത്രീകളാണെങ്കിലും ഈ റംസാൻ മാസത്തെ നോമ്പ് ഒഴിവായി കഴിഞ്ഞാൽ മുദ്ദ് കൊടുക്കേണ്ടതും കൊടുക്കേണ്ടാത്ത അവസ്ഥ ഏതാ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി ഇന്നലെ ഒരു സ്ത്രീ ചോദിച്ചതായിരുന്നു. സമയം കിട്ടാത്തതുകൊണ്ട് ചോദിച്ചിട്ടില്ല ഉസ്താദ്. സമയം ഉണ്ടെങ്കിൽ മറുപടി പറഞ്ഞാലും പിന്നെ ലാസ്റ്റ് ദുആ ചെയ്യാനും ഉണ്ട്. ഹൈലോ നിഫാസോ കാരണം നഷ്ടപ്പെട്ടു പോയ നോമ്പ് ശാരീരികമായ പ്രത്യേക എഴുതുകളൊന്നും ഇല്ലാതിരുന്നാൽ അടുത്ത കൊല്ലത്തെ റമദാനാകുന്നതിന് മുമ്പ് നോട്ടൽ വുജൂബാണ്. പ്രത്യേകിച്ച് ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അടുത്ത കൊല്ലത്തെ റമദാനാവുന്നത് വരെ കളാ വീട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് അത് വീട്ടുകയും വേണം, ഒരു ദിവസത്തിനൊരു മുദ്ദ് കൊടുക്കുകയും വേണം. അതേസമയത്ത് ആരോഗ്യപരമായി ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ കുട്ടിക്ക് മുല കൂട്ടുന്നത് കൊണ്ട് നോമ്പ് നോൽക്കാൻ പറ്റാത്തത് കൊണ്ടോ കൊണ്ടാണ് അടുത്ത കൊല്ലത്ത് നോമ്പാകുമ്പോത്തിന് വീട്ടാൻ പറ്റാതെന്നായെങ്കിൽ പിറ്റേത്തെ കൊല്ലം വീട്ടിയാൽ മതി. പിന്നെ പ്രത്യേകിച്ച് മുദ്ദ് കൊടുക്കേണ്ടതില്ല. അപ്പ മരണപ്പെട്ടതിന്റെ 2ാമത്തെ ആണ്ടാണ് എന്നറിയിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അബൂ റഫ അടങ്ങുന്ന ഒരു സംഘം ചെറുപ്പക്കാർ അബുദാബിയിലാണ് തോന്നുന്നു. അദ്ദേഹം സ്വലാത്ത് ചൊല്ലി 1,00,000 മുകളിൽ സ്വലാത്ത് സാധാരണ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഇന്നലെ ഏൽപ്പിച്ചാണ്. ഇപ്പോൾ PM ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറൊരു സുഹൃത്ത് പിന്നെ കേസി തങ്ങളെ ആപ്പാടെ വിഷയം പറഞ്ഞല്ലോ, പിന്നെ പൂക്കോയ തങ്ങളാണ് അവരുടെ പേര്. ദുആ 2ാമത്തെ ആണ്ടാണ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് അഹമ്മദ് കുട്ടി വാവാട് മരണപ്പെട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിദ്ദീഖ് പുളിക്കന്റെ ഉപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻഷാ അല്ലാഹ് മറ്റുള്ള വിഷയങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ PM ചെയ്തവരുണ്ട്. എല്ലാം ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആയിലേക്ക് പ്രവേശിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ദുആക്ക് വേണ്ടി ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുന്നു. പിന്നെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ഷബീർ ഒതുക്കുങ്ങൽ ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടിക്ക് ഒരു ഇന്റർവ്യൂ വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ഉൾപ്പെടുത്തിയ ബഹുമാനപ്പെട്ട അബൂഷാക്കിർ ഉസ്താദ് ദുആ ചെയ്യുമെന്ന് അറിയിച്ച് മറ്റു സലാത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഇപ്പൊ വന്നൊക്കെ നാളത്തെ സലാത്തിൽ ഉൾപ്പെടുത്തി അടുത്ത മാസം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യിപ്പിക്കും ഉസ്താദിനെ കൊണ്ട് എന്ന് അറിയിക്കുന്നു. ദുആ വസിയത്തോടെ ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു ദുആ ചെയ്യാൻ വേണ്ടി. ഇനി സമയം കുറവാണ്, അവിടെ KSL ബാങ്ക് കൊടുക്കാരായി. സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞു. ബാങ്കിപ്പോ കൊടുക്കും. സമയം ഇല്ല, ചുരുക്കാണ്. ഇനി കോട്ടൂർ ഉസ്താദ് ഇന്നലത്തേക്ക് കോട്ടൂർ ഉസ്താദ് ഉണ്ടെങ്കിൽ ബാക്കി തുടരും. ഞാൻ ചുരുക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ ചൊല്ലിയ സ്വലാത്ത് ഖുർആൻ ഓതുന്ന മാസാണല്ലോ, റമദാനിൽ ഖുർആൻ വർദ്ധിപ്പിക്കുന്ന മാസാണ്. അതുകൊണ്ട് സ്വലാത്തിന് സമയം കുറവാണ്, എന്നാലും 1,00,000-അടുത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഴുവൻ സ്വലാത്തുകളും മാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എന്തൊക്കെ ഉദ്ദേശങ്ങൾ ഹലാലായ ഉദ്ദേശങ്ങൾ വെച്ച് ചൊല്ലിയവരാണോ അവരൊക്കെ ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റമദാനിന്റെ ഹക്ക് കൊണ്ടും അല്ലാഹു തആലയുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ ആവശ്യങ്ങളും നിറവേറ്റി സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല നീക്കി സന്തോഷവും ബറക്കത്തും ഖൈറും സലാമത്തും നൽകുമാറാകട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങൾ അറിയാതെയും അറിഞ്ഞും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ തെറ്റിന്റെ കാരണത്താൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ തമ്പുരാനെ. നിന്റെ ശിക്ഷ താങ്ങാനുള്ള തോക്കത്ത് ഞങ്ങൾക്കില്ല അല്ലാഹ്. പഠിച്ചവനെ, ഈ സ്വലാത്ത് ചൊല്ലിയവരും അല്ലാത്തവരെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഹലാലായ ഖൈറായ മുറാദുകളെ നീ ഹാസുരാക്കി തരണേ തമ്പുരാനെ. പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ട് അല്ലാഹ്. ആ പ്രയാസങ്ങളൊക്കെയും നീ ദൂരീകരിച്ച് റാഹത്തും സലാമത്തും തന്ന് അനുഗ്രഹിക്കണേ പഠിച്ചവനെ. റബ്ബേ, ഖൈറ് കൊണ്ടിട്ട് ഈ മാസത്തെ നല്ല നിലക്ക് സജീവമാക്കി സ്വാലിഹീങ്ങളിൽപ്പെട്ട് ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കാൻ ഭാഗ്യം കിട്ടിയവരിൽ ഞങ്ങളെയൊക്കെയും നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. റഹ്മാൻ റഹീമായ രാജസീയായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷമാക്കണേ അല്ലാഹ്. അവരുടെ ദർജകളെ നീ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനെ. റബ്ബേ, രോഗികളായി ആശുപത്രിയിൽ കിടക്കുന്നവരും പ്രയാസമുള്ളവരെ അവർക്ക് നീ എത്രയും പെട്ടെന്ന് ശിഫയും ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, കടം കൊണ്ട് വിഷമിക്കുന്നവര്, ചതിയിൽപ്പെട്ടവര്, കിട്ടാനുള്ള കാശ് കിട്ടാൻ
തിരിച്ചു തരാൻ കഴിയാതെ വിഷമിക്കുന്നവര് അവർക്കൊക്കെ നീ ഫത്ഹ് ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. നീ സലാമത്താക്കി തരണേ അള്ളാ. ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കണേ തമ്പുരാനെ. അർഹമർറാഹിമായ റബ്ബേ, പരിശുദ്ധ റമദാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിന്ന് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാ. റഹ്മാനെ, അവസാനം ആഖിബത്ത് നന്നാക്കി ഹുസ്നുൽ ഖാത്തിമത്ത് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണേ അള്ളാ. മഹ്ശറിൽ നിന്റെ അർശിന്റെ തണലേഖപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നീ പെടുത്തി തരണേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ ഹബീബിന്റെ ചാരത്താണ് ഞാൻ ഷർഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അള്ളാ. ഹബീബിന്റെ ഷഫായത്ത് കൊണ്ട് വിജയികളാവുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബേ, നിന്റെ ജന്നാത്തിൽ നരകത്തിൽ നിന്ന് എത്തുക്ക് ചൊല്ലി പ്രയാസം വരെ സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുകിടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി നിന്റെ ലിഖാക്ക് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്യുന്നവർ, ഞങ്ങളോട് ദുആ വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആ വസിയ്യത്ത് ഏറ്റെടുത്ത